കർത്താവിന്റെ ധന്യവും പരിശുദ്ധവുമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ വൈകിയ വേളയിൽ നിങ്ങളോട് ഒരുമിച്ച് ഇപ്രകാരം സൂം മീറ്റിങ്ങിലൂടെ നമ്മുടെ നല്ല കർത്താവിനെ ഉയർത്തുവാൻ ലഭിച്ച അവസരം ഒരു പദവിയായിട്ട് ഞാൻ കാണുകയാണ്. ഇന്ന് സന്ധ്യവേളയിൽ കർത്താവിന്റെ നാമം നമ്മിലൂടെ മഹത്വം എടുക്കട്ടെ. നാം ഒരുമിച്ച് ഇങ്ങനെ ഒരു ആത്മീയ കൂടിവരവിൽ ഇവിടെ ആയിരിക്കുന്നത് ദൈവത്തിന് പ്രസാദമാകട്ടെ. ഈ മീറ്റിങ്ങിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും ഒരുപോലെ അനുഗ്രഹവും ദൈവിക നന്മയുമായി തീരുവാൻ നമുക്ക് ആത്മാർത്ഥമായിട്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ജർമ്മനിയിലുള്ള ദൈവമക്കളെയെല്ലാം ഓർത്ത് പ്രാർത്ഥിപ്പാൻ ദൈവ അവസരങ്ങൾ നൽകുന്നു. വിശേഷാൽ കർത്താവിൻ്റെ ദാസൻ ഷാജി പാസ്റ്റർ കുടുംബം ആ ദേശത്ത് ദൈവം അവരെ എത്തിച്ച് കർത്താവിൻ്റെ രാജ്യത്തിൻ്റെ വ്യാപ്തിക്ക് വേണ്ടി അഹോരാത്രം അധ്വാനിപ്പാൻ കർത്താവിൻ്റെ ദാസനെ കുടുംബത്തെയും ദൈവം അവസരങ്ങളെ നൽകി അവിടെ ആക്കിയിരിക്കുന്നല്ലോ. അതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അവരുടെ പ്രയത്നങ്ങളൊന്നും കർത്താവിൽ വ്യർത്ഥമല്ല എന്ന് വരേണ്ടതിന് കർത്താവിൻ്റെ വേലയിൽ അവർ വർദ്ധിച്ചു വരട്ടെ. ദീർഘവർഷങ്ങളായി അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ധാരാളം പേർക്ക് ഒരനുഗ്രഹവും ആ ദേശത്തിൻ്റെ അവസ്ഥകൾക്കനുസരിച്ച് കുഞ്ഞുങ്ങളെ, പ്രിയപ്പെട്ടവരെ ആത്മീയ കൈത്താങ്ങലുകൾ നൽകി നിലനിർത്തുവാൻ ദൈവം കൊടുത്ത കാഴ്ചപ്പാടിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് അവരെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഈ മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന കർത്താവിൻ്റെ ദാസൻ റോബിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകം വന്ദനം പറയുന്നു. അനുഗ്രഹീതമായ ഗാനങ്ങൾ പാടി കർത്താവിനെ മഹത്വപ്പെടുത്തിയ കർത്താവിൻ്റെ ദാസൻ ജെറിൻ കുടുംബം നിങ്ങൾക്കും വന്ദനം പറയുന്നു. ഇവിടെ ദൈവദാസൻ ഓർപ്പിച്ചതുപോലെ എൻ്റെ മകളും നിങ്ങളുടെ കൂട്ടായ്മയിൽ കൂടുന്നു. അത് അവളുടെ ആത്മീയ അഭിവൃദ്ധിക്കും സന്തോഷത്തിനും ആത്മീയ നിലനിൽപ്പിനും ഒക്കെ കാരണമാകുന്നത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വിശേഷാൽ ഈ കുടിവരവിൽ അവരോട് ഒരുമിച്ച് പ്രിയ പൈതലിനോട് കാണിക്കുന്ന സ്നേഹത്തിന്, ആത്മാർത്ഥതയ്ക്ക്, ആത്മീയ കൈത്താങ്ങലുകൾക്ക് പ്രത്യേകം നന്ദി പറയുന്നു. അപ്പോൾ തന്നെ എൻ്റെ ചർച്ചിലെ 12 കുഞ്ഞുങ്ങൾ കൂടെ ആ ആരാധനയിൽ സംബന്ധിക്കുന്നു. ജിബി ജോർജ്, ഇത് ഞാൻ മുഖം കണ്ടില്ലെങ്കിലും സ്ക്രീനിൽ പേര് കണ്ടു. ജിബിക്കായിട്ടും പ്രത്യേകം വന്ദനം പറയുന്നു. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അക്സ കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുമ്പ് വന്ന പൈതലാണ്. ചില പ്രയാസങ്ങളൊക്കെ അവൾക്കുണ്ടായെങ്കിലും ആ പ്രിയ പൈതലും അവിടെയുണ്ട്. എൻ്റെ ഒരു സഹോദരിയുടെ മോൾ കെസിയ, അവളും അവിടെയുണ്ട്. അങ്ങനെ ഈ പ്രിയപ്പെട്ടവരൊക്കെ ഈ കൂട്ടായ്മയിൽ സംബന്ധിക്കുകയും അവരിലൂടെയൊക്കെ അറിയപ്പെടുന്ന നിലയിൽ കർത്താവ് അവരെ ഈ ദേശത്ത് നിലനിർത്താൻ ഈ കൂട്ടായ്മ കാരണമാകുന്നു എന്ന് അറിയുന്നതിലും എനിക്ക് വളരെ സന്തോഷമുണ്ട്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഞാനിപ്പോൾ ദുബൈയിലാണ്. അവിടെ നിന്നാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. ചില ദിവസങ്ങളായി എൻ്റെ ഒരു സഹോദരി ഇവിടെയുണ്ട്. അവരോട് ഒരുമിച്ച് ഇവിടെ ആയിരിക്കുന്നു. ചില ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ ഇവിടെ ആയിരിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന പ്രത്യേകം ആവശ്യപ്പെടുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഈ ദിവസം വരെയും ദൈവം നമ്മളെയൊക്കെ അത്ഭുതകരമായി പരിപാലിച്ച ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്കായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. നമുക്കറിയാം, നമ്മുടെ കേരളത്തിൽ ആയിരക്കണക്കിന് ആളുകൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നം നാം വാർത്താ മാധ്യമങ്ങളിലൂടെ കാണുകയും അവരുടെ ആ ദുരിതങ്ങൾ അനുഭവിക്കുന്ന അവരുടെ അവസ്ഥകളെ മനസ്സിലാക്കി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു വരികയാണല്ലോ. സ്വർഗസ്ഥനായ ദൈവം പ്രിയപ്പെട്ടവർക്കൊക്കെ ആശ്വാസം നൽകട്ടെ. വളരെ ദാരുണമായ സംഭവങ്ങളാണ് നാം ഈ ദിവസങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്രതീക്ഷിതമായി ഉണ്ടായ ആ വലിയ സംഭവത്തിൽ നൂറുകണക്കിന് ആളുകളാണ് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുവാൻ ഇടയായത്. ഒരു സന്ധിയിൽ കിടന്നുറങ്ങി പ്രഭാതം കാണുന്നതിന് മുമ്പ് തന്നെ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടവർ, വീടുകൾ നഷ്ടപ്പെട്ടവർ, ജീവിതത്തിന്റെ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടവർ, കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടവർ, മാതാപിതാക്കൾ നഷ്ടപ്പെട്ടവർ. നമ്മുടെ കൊച്ചു കേരളത്തിൽ നടുക്കിയ ഏറ്റവും വലിയൊരു സംഭവം നമ്മൾ ഈ ദിവസങ്ങളിൽ കാണുകയും അതുകൊണ്ട് നമ്മുടെ മനസ്സ് വളരെയധികം വ്യാകുലപ്പെടുകയും ചെയ്യുകയാണ്. സ്വർഗത്തിലെ ദൈവം വയനാടിൻ്റെ ഏരിയയിലുള്ള ജനങ്ങൾക്ക് സമാധാനം നൽകട്ടെ. നാം ആ രാജ്യത്തിൻ്റെ, ആ കേരളത്തിൻ്റെ പ്രതിനിധികൾ എന്ന നിലയിൽ നമ്മുടെ സമശിഷ്ടങ്ങളായ പ്രിയപ്പെട്ടവരാണ് വിവിധ നിലകളിൽ ദുരിതങ്ങൾ അനുഭവിക്കുന്നത്. നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്. സർവശക്തനായ ദൈവം, സർവാശ്വാസത്തിൻ്റെയും ഉറവിടമായ ദൈവം, സകലത്തിൻ്റെയും കാരണഭൂതനായ ദൈവം, ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുകയില്ല എന്ന് പറയുമ്പോഴും ദൈവത്തിൻ്റെ കരത്തിൽ പ്രിയപ്പെട്ടവരെയൊക്കെ ദൈവം ആശ്വാസം നൽകി അവിടുന്ന് സഹായിക്കേണ്ടതിന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. വിശേഷാൽ ഇപ്പോൾ ആ ബുദ്ധിമുട്ടുകൾ ദേശത്ത് നടക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഈ മീറ്റിങ്ങിൽ സംബന്ധിക്കുമ്പോഴും നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ അവരെ സ്മരിക്കുന്നതും അതോർത്ത് പ്രാർത്ഥിക്കുന്നതും ഒക്കെ അനിവാര്യമായ ഒരു ഘടകമായതുകൊണ്ട് ഞാൻ മുഖവരയിൽ ഈ കാര്യങ്ങൾ ഓർപ്പിക്കുകയാണ്. കർത്താവ് നമ്മുടെ ദേശത്തെ
വിടുവിക്കട്ടെ. അനർത്ഥങ്ങൾ അസംഖ്യമായി ദേശത്ത് സംഭവിക്കുന്നു. ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത നമുക്കറിയാം. പ്രകൃതിയിൽ മാറ്റങ്ങളുണ്ട്, മനുഷ്യനിൽ മാറ്റങ്ങളുണ്ട്, ആത്മീയ നിലവാരങ്ങളിൽ മാറ്റങ്ങളുണ്ട്. അപ്പോൾ എല്ലാ നിലകളിലും മാറ്റങ്ങൾ സിദ്ധിക്കുന്ന ഒരു കാലയളവാണ് നമ്മുടെ ഈ തലമുറയിൽ. വിശുദ്ധ വേദപുസ്തകം അറിയാവുന്ന എല്ലാവർക്കും അറിയാം, കർത്താവിന്റെ വരവിന്റെ മുന്നോടിയായി സംഭവിക്കുന്ന സംഭവ വികാസങ്ങളുടെ സാക്ഷ്യം വഹിപ്പാനുള്ള ഒരു സമയമായിട്ട് നമ്മുടെ ഈ സമയം തീരുന്നു എന്നുള്ളത് നമുക്ക് വ്യക്തതയോടെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഇതൊക്കെ ലോകത്ത് സംഭവിക്കേണ്ടതാണ് എന്നുള്ളത് വിശുദ്ധ വേദപുസ്തകത്തിൽ നമുക്ക് മനസ്സിലാക്കുമ്പോൾ എന്താണ് ഇതിനോടുള്ള ബന്ധത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന സന്ദേശങ്ങൾ? ഒന്ന്, നമ്മുടെ ലോകത്തിൽ ദൈവത്തിന്റെ കൃപ അനുഭവിച്ച നമ്മളോടുള്ള ബന്ധത്തിൽ നാം വിശ്വസിക്കുന്ന വിശ്വാസ പ്രമാണത്തിന്റെ യാഥാർത്ഥ്യങ്ങളും ദൈവവചനത്തിന്റെ ആധികാരികതയും തിരിച്ചറിഞ്ഞ് ദൈവത്തെ സ്തുതിപ്പാൻ നമുക്ക് ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ അവസരമൊരുക്കുവാൻ ഇടയായിത്തീരുന്നത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. രണ്ടാമത്, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഇന്നേക്ക് 2024 വർഷത്തിന് മുമ്പ് ഈ ഭൂമിയിൽ കടന്നു വന്ന് നമുക്ക് വേണ്ടി സ്വന്തം ജീവൻ നൽകി നമ്മെ വിലയ്ക്ക് വാങ്ങി. കാലഘട്ടത്തിൽ ആ നിലവാരങ്ങളിലുള്ള രക്ഷയെ അനുഭവിച്ചുകൊണ്ട് കർത്താവിനെ സ്നേഹിപ്പാൻ നമുക്ക് അവസരം ലഭിക്കുമ്പോഴും ദൈവവചനത്തിലൂടെ ഒരു വലിയ പ്രത്യാശ നമുക്കുണ്ട്. ഈ ലോകം നമുക്ക് ശാശ്വതമല്ല, നമുക്ക് നിത്യമായ ഒരു പ്രത്യാശയുണ്ട്. നമുക്കൊരു ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു വാക്തത്വ നിവൃത്തിയുടെ ഒരനുഭവത്തിൽ ദൈവം നമ്മളെ നിർത്തിയിരിക്കുന്നു. നമ്മുടെ അരിമനാഥനായ കർത്താവ് മടങ്ങി വരും എന്നുള്ള വിശുദ്ധ വേദപുസ്തകത്തിന്റെ ആധികാരികമായ സന്ദേശത്തെ നമ്മുടെ ഹൃദയത്തിൽ അരക്കെട്ടിട്ടുറപ്പിക്കുന്ന ഒരു വലിയ സന്ദർഭമായി ഇതിനെ കണ്ടുകൊണ്ട് ദൈവമക്കൾ വിശ്വാസത്തിൽ ഉണരുവാനും പ്രത്യാശയിൽ നിലനിൽക്കുവാനും നമ്മുടെ ആയുസ്സിൽ ദൈവം ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ വളരെ കൃത്യനിഷ്ഠയോടുകൂടെ നിർവഹിക്കുക എന്ന ദൗത്യമാണ് ദൈവമക്കളായ നമുക്ക് ഉള്ളത് എന്നുള്ളത് ഇന്ന് രാത്രി ഒരിക്കൽ കൂടെ നമുക്ക് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ കർത്താവിന് വേണ്ടി നിൽപ്പാൻ കർത്താവ് നമുക്ക് കൃപ തരുമാറാകട്ടെ. നിങ്ങളോട് ദൈവവചനം സംസാരിക്കണമെന്ന് കർത്താവിന്റെ ദാസൻ എന്നോട് ഓർപ്പിച്ച സമയം മുതൽ ഞാൻ പ്രാർത്ഥിക്കുകയുണ്ടായി. പരിശുദ്ധാത്മാവിന്റെ ഉള്ളിൽ 2 പ്രബോധന വാക്യങ്ങളാണ് തന്നത്. ഇന്ന് രാത്രിയിൽ ആ പ്രബോധന വാക്കുകൾ നിങ്ങളെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരുന്ന പ്രസംഗ രൂപയല്ല, ചില പ്രബോധന വാക്യങ്ങൾ ഓർപ്പിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ ദൈവഹിതത്തിന്റെ പൂർത്തീകരണം നമ്മളിൽ സംഭവിക്കണം. അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. ഒന്നുകൂടെ ഞാൻ പറയട്ടെ, നമ്മുടെ ജീവിതത്തിൽ നാം മനസ്സിൽ കണ്ടിരിക്കുന്ന ജീവിതാനുഭവങ്ങളുടെ ഒരു സാക്ഷാത്കാര്യത്തിനപ്പുറമായിട്ട് നമ്മളെക്കുറിച്ച് ദൈവം കണ്ടിരിക്കുന്ന ദൈവിക പദ്ധതി നമ്മുടെ ജീവിതത്തിൽ പൂർത്തീകരിക്കപ്പെടണം. ഇത്ര പേർക്ക് അതിന് സന്തോഷമുണ്ട്. ഇന്ന് സന്ധ്യയിൽ ഞാൻ വളരെ ആത്മാർത്ഥമായി പറയട്ടെ, യേശുക്രിസ്തുവിനെ അറിയാൻ കഴിഞ്ഞതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം ഞാൻ ദുബൈയിലായിരിക്കുന്നതോ, ഞാൻ ഈ ഭൂമിയിൽ സമ്പന്നനായിരിക്കുന്നു, ജ്ഞാനിയായിരിക്കുന്നതോ, പാസ്റ്ററായിരിക്കുന്നതോ ഒക്കെ ജീവിതത്തിൽ അഭിമാനകരമായ ജീവിതാനുഭവമാണെങ്കിൽ പോലും എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം യേശുക്രിസ്തു എന്നിൽ വന്നതാണ്. സ്തോത്രം. എന്നെ കേൾക്കുന്ന വാത്സല്യ പ്രിയപ്പെട്ടവർക്കും ആന്തരികമായി തിരിച്ചറിഞ്ഞുകൊണ്ട് പറയാൻ കഴിയുന്ന ഏറ്റവും വലിയ സന്തോഷകരമായ ഒരു അനുഭവം എന്ന് പറയുന്നത് ക്രിസ്തു എന്നിൽ വന്നതാണ്. നമ്മുടെ ജീവിതത്തെ ആകമാനമായി മാറ്റിയതും ഇന്നത്തെ നിലനിൽപ്പിന്റെ കാരണവും ഇന്ന് ജീവിതാനുഭവങ്ങളിൽ നാം അനുഭവിക്കുന്ന സമസ്ത വിഷയങ്ങളുടെയും ആകത്തുക ക്രിസ്തു എന്ന് അഭിമാനത്തോടെ നമുക്ക് പറയാൻ കഴിയും. ഇന്നലകളെ നോക്കി ജീവിതാനുഭവത്തിൽ നമുക്ക് പറയാൻ കഴിയില്ലേ, കർത്താവാണ് എന്നെ നിലനിർത്തി. ഇന്നത്തെ നിലനിൽപ്പും ഇന്നത്തെ ജീവിതാനുഭവത്തെയും നമുക്ക് തിരിച്ചറിഞ്ഞുകൊണ്ട് പറയാൻ കഴിയുന്നത് കർത്താവ് എന്നോടൊപ്പമുണ്ട്. സ്തോത്രം. നാളെയും നോക്കി നമുക്ക് പറയാനുള്ളത് എനിക്ക് ഇന്നതുള്ളത് കൊണ്ടോ, ആരോഗ്യമുള്ളത് കൊണ്ടോ, അഭിമാനമുള്ളത് കൊണ്ടോ, വീടുള്ളത് കൊണ്ടോ, എൻ്റെ സാഹചര്യങ്ങളെല്ലാം എനിക്ക് അനുകൂലമായത് കൊണ്ടോ അല്ല. നാളത്തെ എൻ്റെ പ്രതീക്ഷ എൻ്റെ യേശു എന്നിലുള്ളത് കൊണ്ടാണ്. ഇന്ന് രാത്രി ആ പ്രതീക്ഷയുള്ള നമ്മെ തകർക്കാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. ഈ ലോകത്തിൽ ഒരു വ്യക്തിക്കും നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ പൂർണ്ണതയിൽ നാം പ്രാഗൽഭ്യത്തോടെ നിൽക്കുന്നു എങ്കിൽ നമ്മളെ തകർക്കാൻ ഈ ലോകത്തിൽ ഒരു ശക്തിക്കും കഴിയത്തില്ല. അതുകൊണ്ട് എബ്രായ ലേഖനത്തിൽ പറഞ്ഞു, കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കുകയില്ല. ഇന്ന് രാത്രിയിൽ അഭിമാനത്തോടെ ദൈവമക്കൾ പ്രതിബന്ധങ്ങളുടെ മുമ്പിൽ നിന്നുകൊണ്ട് പറയണം, എനിക്ക് തുണ മനുഷ്യനല്ല, നിയമമല്ല, ലോകത്തിന്റെ ശക്തിയല്ല, എൻ്റെ കായിക ബലമല്ല, എൻ്റെ പണമല്ല, എൻ്റെ തുണ എൻ്റെ കർത്താവാണ്. സ്തോത്രം. അതുകൊണ്ട് ഞാൻ പേടിക്കുകയില്ല. മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യാൻ കഴിയും എന്ന് ധൈര്യത്തോടെ പറയുവാൻ
ദൈവം നമുക്കൊരു അഭിഷേകം തന്നിരിക്കുക. ഭയം നമ്മളെ അലട്ടും, ചിന്താഭാരങ്ങൾ നമ്മളെ അലട്ടും, ആവലാതികൾ നമ്മളെ അലട്ടും. ഭയം പിശാചൊരുക്കുന്ന വലിയൊരു കെണിയാണ്. ഭയം ഇന്ന് മനുഷ്യനെ വളരെയധികം ആവലാതിയിലേക്ക് നടത്തുക. ഏതൊരു കാര്യം കേട്ടാലും ഭീതി ഉണ്ടാക്കുക. അത് മാനുഷികത്വത്തിൽ മനുഷ്യന് വർദ്ധിച്ചു വരികയാണ്. ഭയങ്ങൾ ഉണ്ടാക്കുക, നാളെക്കുറിച്ചുള്ള ആവലാതി ഉണ്ടാക്കുക. ചെറിയ രോഗങ്ങൾ പോലും വരുമ്പോൾ അയ്യോ എന്നുള്ള ചിന്തയിൽ എന്തൊക്കെയോ ഇമാജിൻ ചെയ്തുകൊണ്ട് ഭീതിയിലേക്ക് കൊണ്ടുപോകുക. വിശുദ്ധ വേദപുസ്തകം ഇങ്ങനെ പറഞ്ഞു, ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല കർത്താവ് നമുക്ക് തന്നിരിക്കുന്നത്. സ്തോത്രം. എന്തിനാ നമ്മൾ ഭയപ്പെടുന്നത്? സ്തോത്രം. നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യം ഇല്ല. കാരണം നമ്മൾ ഭയപ്പെടുവാൻ നമ്മുടെ മനസ്സ് ഏൽപ്പിക്കപ്പെടുന്നെങ്കിൽ ദൈവത്തിലുള്ള വിശ്വാസത്തിന്റെ പരിമിതിയാണത്, ദൈവത്തിലുള്ള പ്രതീക്ഷയുടെ പരിമിതിയാണത്, ദൈവവിശ്വാസത്തിന്റെയും വചനത്തിലുള്ള പരിജ്ഞാനത്തിന്റെയും പരിമിതിയാണത്. അപ്പൊ ഭയത്തെ നാം ഉള്ളിൽ നിന്ന് മാറ്റിയിട്ട് ദൈവവചനത്തിൽ പറയുന്നത് പോലെ ഭീരുത്വത്തിന്റെ ആത്മാവിനെയല്ല, ശക്തിയുടെ, പ്രൈസ് ദി ലോർഡ്. ഞാൻ പറയുന്നത് നമ്മുടെ മാനുഷിക ശക്തിയല്ല, അസാധാരണ ശക്തി. അതാണ് പൗലോസ് അപ്പോസ്തലൻ, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാണ്. സങ്കീർണമായ പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ ഭീരുത്വം നമ്മളെ കാർന്നു തിന്നുന്ന പിശാചിന്റെ ആയുധമായി നമ്മളിൽ വ്യാപരിക്കപ്പെടുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്നു, നിന്നിൽ പകർന്നിരിക്കുന്നത് ഭീരുത്വത്തിന്റെ ആത്മാവല്ല. ഇന്ന് മുമ്പിൽ കാണുന്ന പ്രശ്നങ്ങളായിരിക്കാം, പ്രതികൂലങ്ങളായിരിക്കാം, ഭാരങ്ങളായിരിക്കാം, പ്രതിസന്ധികളായിരിക്കാം. ഇതെല്ലാം മുമ്പിൽ കണ്ടിട്ട് അയ്യോ അതെന്നെ വിഴുങ്ങുമല്ലോ, അതെന്നെ നേരെ വരും, അല്ല. സ്തോത്രം. എത്ര വലിയ പ്രശ്നം മുമ്പിലുണ്ടെങ്കിലും അന്തരാത്മാവിൽ അതിനെ ജയിക്കാനുള്ളൊരു ശക്തി എനിക്കുണ്ട് എന്ന് പറയാൻ ഒരു ദൈവവൈദ്യന്റെ ഉള്ളിലുള്ള ധൈര്യവും ദൈവകൃപയുമാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം. അതുകൊണ്ട് ആ സങ്കീർത്തനത്തിൽ പറഞ്ഞു, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും. എന്റെ കാലുകൾ വിറച്ചാടുകയാണ്, പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള ശക്തി എനിക്കില്ല, പക്ഷെ എന്നിൽ ഒരുവൻ ഉണ്ട്, അത് എന്റെ ദൈവമാണ്. നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന്, സാധാരണ ഒന്നും രണ്ടും പേരോടല്ല, പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും. എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. പ്രതീക്ഷകളുടെ വചനങ്ങൾ ഉള്ളിൽ ഏറിക്കൊണ്ട് ദൈവമക്കൾ എപ്പോഴും പ്രതിബന്ധങ്ങളെ കണ്ട് ഭീരുവാകാനല്ല, ദൈവശക്തി ആർജിക്കണം. എവിടെ ഒരു പ്രശ്നം വരുന്നു അവിടെ നമ്മൾ നിസ്സഹായകരായി നിൽക്കുകയല്ല, നമുക്ക് സൊല്യൂഷന് മാർഗമുണ്ട്. സൊല്യൂഷന്റെ മാർഗം എന്നാ? നമ്മളുള്ള ദൈവകൃപ ജ്വലിപ്പിക്കണം. അതിനെന്താ വേണ്ടിയത്? ദൈവസന്നിധിയിൽ ഇരിക്കണം. ഒരു പ്രശ്നം വരുമ്പോൾ മുട്ടുമടക്കാൻ നീ തയ്യാറാണെങ്കിൽ അതിന്റെ മുമ്പിലുള്ള വഴി ഒരുക്കാൻ ദൈവം തയ്യാറാണ്. ഇസ്രായേൽ ജനത്തെ കുറിച്ച് അവര് ദൈവം മിസ്രയീമിൽ നിന്ന് വിടുവിച്ച് ചെങ്കടലിന്റെ മുമ്പിൽ കൊണ്ടുവന്നപ്പോൾ ആളുകളെല്ലാം പറഞ്ഞു അവർ കുഴഞ്ഞു, അവർക്ക് ഇനി മുമ്പോട്ട് വഴിയില്ല, അവർ അവിടെ ഉഴലുകയാണെന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ ദൈവം അവരെ നോക്കുമ്പോൾ അവർ ഉഴലുകയല്ല, ഒരു വഴിക്ക് വേണ്ടി അവർ ദൈവസന്നിധിയിൽ കാത്തു നിൽക്കുകയാ. ഇന്ന് രാത്രിയിൽ ദൈവസന്നിധി വന്നിരിക്കുന്ന ദൈവമക്കളെ, ചിലർ നിങ്ങളെ നോക്കി, നിങ്ങളുടെ പ്രശ്നത്തെ നോക്കി പറയും അവർ ഉഴലുകയാണ്, അവരുടെ മുമ്പിൽ എല്ലാ വഴികളും അടഞ്ഞു, അവർ ഇവിടം കൊണ്ട് തീർന്നു എന്ന് പറയുമ്പോഴും ദൈവം ആ തീർന്നു എന്ന് പറയുന്നിടത്ത് ചിലത് തുടങ്ങാനുള്ള ഒരു സ്ഥലമായി, ഒരു പോയിന്റായി ദൈവം നമ്മളെ ആക്കിയിരിക്കുന്നു എന്ന തിരിച്ചറിവോട് കൂടെ നാം ദൈവത്തിന് മഹത്വം കരയേറ്റണം. അപ്പൊ ഭീരുത്വം മാറണം, ഭീരുത്വം മാറണം. അപ്പൊ ഭീരുത്വത്തിന്റെ ആത്മാവല്ല ഭയം ഉണ്ടാക്കുന്നവർ യേശുവിന്റെ നാമത്തിൽ അത് പുറത്തു പോകാൻ പറയണം. ഏതൊരു വിഷയമായിക്കോട്ടെ, എന്ത് പ്രശ്നവുമായിക്കോട്ടെ, യേശുവിന്റെ രക്തത്താൽ നാം വീണ്ടെടുപ്പ് പ്രാപിച്ചവരാണെങ്കിൽ ഇനിയും എൻ്റെ മേലൊരു അധികാരം വരുത്തിയിരിക്കുന്ന കർത്താവിന്റെ അധികാരമാണ്. എൻ്റെ മേലുള്ള അഭിഷേകം കർത്താവിന്റെ അഭിഷേകമാണ്. ഈ അഭിഷേകവും അധികാരവും പ്രാപിച്ച ഭക്തന്മാരൊക്കെ എങ്ങനെ വിജയികളായി എന്ന് നോക്കിയാൽ മതി. അങ്ങനെ നോക്കുമ്പോൾ നമുക്കറിയാം അവരൊക്കെ പരാജയപ്പെട്ടവരല്ല. ഈ അഭിഷേകവും ദൈവകൃപയും ഈ കർത്താവിനെ ഏറ്റെടുത്തവരൊക്കെ വിജയിച്ചെങ്കിൽ എൻ്റെ മുമ്പിലും പരാജയമല്ല, വിജയമാണ്. അപ്പൊ ശക്തിയുടെ, സ്നേഹത്തിന്റെ, സുബോധത്തിന്റെ, ഇത് മൂന്നും വിശുദ്ധ വേദപുസ്തകം ഒരു ദൈവ പൈതലിന് യഥാർത്ഥമായി നൽകിയിരിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠകരമായ അനുഗ്രഹമാണ്. ഒന്ന്, ശക്തി, ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ദൈവത്തിന്റെ ശക്തി. രണ്ട്, ശക്തിയുടെയും സ്നേഹത്തിന്റെയും, ക്രിസ്തു സ്നേഹം നമ്മളിൽ നിഴലിച്ചു നിൽക്കുന്ന ഏറ്റവും പ്രബലപ്പെട്ട ക്രിസ്തു സ്നേഹത്തിന്റെ പ്രകടനമായി മാറാൻ കർത്താവ് നമ്മളെ കണ്ടിരിക്കുകയാണ്. സ്തോത്രം. സുബോധമുള്ളവരായി എങ്ങനെ ദൈവത്തിന്റെ സന്നിധി നിലനിൽക്കണമെന്നുള്ള പരിജ്ഞാനം കൃപയാൽ അഭിഷേകത്തിൽ നൽകിയിരിക്കുന്ന ദൈവമക്കളാണ്. സാഹചര്യം അനുസരിച്ച് കണ്ണുകളും ചെവികളും കൂർപ്പിച്ചുകൊണ്ട് നാം ആ അവസ്ഥകളിലേക്ക് നമ്മുടെ ജീവിതം പരിമിതപ്പെടുത്താതെ സാഹചര്യത്തിനപ്പുറമായി പ്രതീക്ഷകൾ ഉള്ളിൽ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു നല്ല അഭിഷക്തരായി മുന്നേറാൻ എത്ര പേർക്ക് ഇന്ന് രാത്രി
ആഗ്രഹമുണ്ട്. സ്തോത്രം. നമ്മൾ നമുക്ക് വേണ്ടിയുള്ള ഒത്തിരി പ്രതീക്ഷകൾ വെച്ചുകൊണ്ട് ഓടുന്നോണ്ടാ പലപ്പോഴും നമുക്ക് മുമ്പോട്ട് ഓടാൻ പറ്റാതെ. സ്തോത്രം. നമ്മൾ ഒത്തിരി പ്ലാനിങ് ആണ്. ദൈവമക്കളെ, ഞാനൊരു കാര്യം പറയാം, ദൈവഹിതമില്ലാത്തൊരു പ്ലാനും നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകാൻ പാടില്ല. സദൃശവാക്യത്തിൽ വ്യക്തമായി പറയുന്നു, മനുഷ്യന്റെ ഹൃദയത്തിൽ പല വിചാരങ്ങളുണ്ട്, പക്ഷേ യഹോവയുടെ ആലോചന നിവൃത്തിയാകും. സ്തോത്രം. ഇന്ന് എന്നെ കേൾക്കുന്ന ധാരാളം പ്രിയപ്പെട്ടവരോട്, നിങ്ങൾ ഒത്തിരി ത്യാഗം സഹിച്ചായിരിക്കാം ഒരുപക്ഷെ ജർമ്മനിയിലെത്തിയത്, ഒത്തിരി കടമ്പകൾ കടന്നു കാണും, ഒത്തിരി ബുദ്ധിമുട്ടുകൾ സഹിച്ചു കാണും. ഇതെല്ലാം ശരി. ദൈവത്തിന് നിങ്ങളെ കുറിച്ച് ഒരു പദ്ധതിയായിരുന്നു ഈ ദേശത്ത് വരാൻ. ദൈവം അങ്ങനെ നിങ്ങളെ കൊണ്ടുവന്നു. പക്ഷേ നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം നിവർത്തിക്കപ്പെടുന്ന ഒരു കർത്താവിൽ ആശ്രയിച്ചത് കൊണ്ട് നിങ്ങൾ ഇവിടെ എത്തി. നീ എല്ലാം കഴിഞ്ഞു, അല്ലെങ്കിൽ ഇവിടെ എത്തി. നീ കുറെ നമ്മുടെ ജീവിതത്തിന്റെ സാഹചര്യം, നമ്മുടെ നാട്ടിലൊക്കെയുള്ള പരിമിതികളും ദുരിതങ്ങളും ഒക്കെ കൊണ്ടാണല്ലോ നമ്മൾ ഇങ്ങനെയുള്ള രാജ്യങ്ങളിൽ എത്തുകയും കുറെ കൂടെ വിശാലതകളും ഭൗതികതയുടെ നേട്ടങ്ങളും ഒക്കെ നമ്മുടെ മുമ്പിൽ ലക്ഷ്യങ്ങളാണ്. അതൊന്നും വേണ്ട എന്നുള്ളതല്ല. ജീവിതത്തിൽ ദൈവഹിതമില്ലാത്ത ഒരു നന്മയും നന്മയായി കാണാൻ പാടില്ല. സ്തോത്രം. ദൈവം നിങ്ങളെ ദേശത്ത് കൊണ്ടുവന്നെങ്കിൽ നിങ്ങൾ ഒറ്റ കാര്യം ചിന്തിക്കുക, ഇവിടെ എൻ്റെ കർത്താവിന് എന്നെ കുറിച്ചൊരു പദ്ധതി ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ഇവിടെ എത്തി. ഇതിനപ്പുറമായി നമ്മുടെ മാനുഷിക ബുദ്ധിയിലുള്ള പ്ലാനിങ് ഇല്ലാത്ത മനുഷ്യരാകരുത്. ഞാൻ അതൊന്നുമല്ല പറയുന്നത്. ഒരു ആത്മീയ വീക്ഷണത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ദൈവാത്മാവ് എനിക്കൊരു പ്രബോധന തുല്യമായ സന്ദേശമാണ് നിങ്ങളോട് പറയാൻ തന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ ഇങ്ങനെ ഓർപ്പിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് പ്ലാനിങ് ഉണ്ടാകരുത് എന്നുള്ളതല്ല, അതല്ല, ക്രിസ്തു കേന്ദ്രീകൃതമായ പ്ലാനിങ് ആയിരിക്കണം. ദൈവഹിതമില്ലാത്തതൊന്നും എനിക്ക് വേണ്ട എന്ന് പറയാൻ ദൈവകൃപയുള്ള ദൈവമക്കൾ തയ്യാറാകണം. നമുക്കറിയാം, രാജ്യത്തിൻ്റെയൊക്കെ സ്വാതന്ത്ര്യം വളരെ വലുതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ മാതാപിതാക്കൾ സാഹചര്യങ്ങളെല്ലാം വിട്ട് അന്യദേശത്ത് ചെല്ലുമ്പോൾ ദുഷ്ടപിശാചൊരുക്കുന്ന വ്യത്യസ്തങ്ങളായ സാഹചര്യങ്ങൾ, നന്മകൾ വെച്ചുകൊണ്ടായിരിക്കാം, ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ വെച്ചുകൊണ്ടായിരിക്കാം, പലതും നമ്മളെ ആകർഷിക്കുന്ന പ്രലോഭനങ്ങൾ ഇട്ടുകൊണ്ട് ആകർഷിക്കുമ്പോൾ അതിൻ്റെയൊക്കെ നടുവിൽ യേശുക്രിസ്തുവിന്റെ രക്തത്തിന്റെ വിലയാണ് ഞാനെന്ന് പറഞ്ഞുകൊണ്ട്, ഇവിടെ എൻ്റെ കർത്താവ് എന്നെ കുറിച്ച് എന്താ ആഗ്രഹിക്കുന്നു, അതിനുവേണ്ടിയാ ദൈവം എന്നെ ഇവിടെ കൊണ്ടുവന്നത് എന്ന് പറഞ്ഞ് അതിനു വേണ്ടി ഒരു സമർപ്പണം ഇന്ന് രാത്രി ഉണ്ടാകണമെന്നാണ് പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു. എന്നെ കേൾക്കുന്ന എല്ലാവർക്കും നിങ്ങളുടെ ജീവിതത്തിൽ കുറെ കാര്യങ്ങൾ ചെയ്തു തരുന്ന ഒരു കർത്താവിലുള്ള വിശ്വാസത്തിനപ്പുറമായി, എന്നെ ഈ തലമുറയിൽ വീണ്ടെടുത്ത കർത്താവിന് എന്നെക്കുറിച്ചുള്ള പദ്ധതിയുടെ നിർവഹണത്തിന് വേണ്ടി എന്നെ ഞാൻ സമർപ്പിക്കുന്നു എന്നൊരു പ്രാർത്ഥന എന്നെ കേൾക്കുന്ന വാത്സല്യ കുഞ്ഞുങ്ങൾ, പ്രിയപ്പെട്ടവർ, മാതാപിതാക്കൾക്ക് ഉണ്ടാകണമെന്ന് പറയാനാണ് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് എനിക്ക് നിയോഗം തന്നിരിക്കുന്നത്. ഞാൻ അതിനാസ്പദമാക്കിയ ഒരു വാക്യം നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. സങ്കീർത്തനത്തിൽ വളരെ സുപരിചിതമായ ഒരു സങ്കീർത്തനം, 40-ാം സങ്കീർത്തനം, അതിന്റെ 8-ാം വാക്യത്തിൽ സങ്കീർത്തനക്കാരന്റെ ആന്തരികമായ ഒരു വെമ്പലാണ് അവിടെ പറയുന്നത്. അതിന്റെ 8-ാം വാക്യത്തിൽ, എൻ്റെ ദൈവമേ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു. സ്തോത്രം. ഈ വാക്യത്തെ ഇഷ്ടപ്പെടുന്ന എത്ര ദൈവമക്കളുണ്ട്? എനിക്ക് നിങ്ങളെ എല്ലാവരെയും കാണാൻ പറ്റുന്നില്ല. സ്തോത്രം. ഞാൻ കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ സങ്കീർത്തനക്കാരനായ ദാവീദ് തന്റെ ജീവിതത്തിന്റെ ചില തിക്താനുഭവങ്ങൾ അനുഭവിച്ചിട്ട് തന്റെ നിലനിൽപ്പിന് വിരുദ്ധമായി വന്ന പ്രശ്നങ്ങളിൽ ദൈവം ഇടപെട്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ ആ ഇടപെടലിന്റെ പിന്നിലുള്ള തൻ്റെ ഒരു തീരുമാനം ഇവിടെ പങ്കുവച്ചിരിക്കുകയാണ്. ആ തീരുമാനം വേറെ ഒന്നുമല്ല, എൻ്റെ ജീവിതത്തിന്റെ അവസ്ഥ വ്യത്യാസം തന്ന് എന്നെ രൂപപ്പെടുത്തിയെടുത്തൊരു കർത്താവ്. ആ കർത്താവിനെ ഞാൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ ആ കർത്താവിനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്ന എനിക്കൊരു തീരുമാനമുണ്ട്. ആ തീരുമാനം വേറൊന്നുമല്ല, നിന്റെ ഇഷ്ടം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. അപ്പോൾ ദാവീദിന്റെ ഇപ്പോഴത്തെ തന്റെ ആഗ്രഹം, എനിക്ക് ഇനിയും ഞാൻ ചെയ്യാൻ തയ്യാറാ, പക്ഷെ ഇനി എനിക്ക് അറിഞ്ഞാൽ മതി എന്താ നിന്റെ ഇഷ്ടം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഞാൻ ഒന്നുകൂടെ ആ വാക്യം നിങ്ങളെ പറഞ്ഞു അറിയാവുന്ന വാക്യമാണെങ്കിൽ ഒന്നുകൂടെ ഞാൻ പറയുന്നു. എൻ്റെ ദൈവമേ, നിന്റെ ഇഷ്ടം എൻ്റെ ഇഷ്ടം ചെയ്യുവാനല്ല, നിന്റെ ഇഷ്ടം ചെയ്യാൻ ഞാൻ പ്രിയപ്പെടുന്നു. സ്തോത്രം. നമുക്ക് ഈ യേശു കർത്താവ് ഒരിക്കൽ മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായത്തില് കർത്താവ് ഗിരിപ്രഭാഷണത്തോടനുബന്ധമായി സംസാരിക്കുന്ന തിരുവചന ഭാഗത്ത്, അവിടെ നമുക്ക് സുപരിചിതമായ ഒരു വേദഭാഗം ഇങ്ങനെയാണ് കാണുന്നത്. 7-ാം അധ്യായം 21-ാം വാക്യത്തിൽ
നാം ഇങ്ങനെ വായിക്കുന്നു, എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, എന്നെ കർത്താവേ സ്വർഗസ്ഥനായ എന്റെ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല. നിങ്ങൾക്ക് ആ വാക്യം അറിയാവുന്നതാണ്. യേശു കർത്താവ് ഗിരിപ്രഭാഷണത്തിൽ വളരെ വ്യക്തമായ ചില കാര്യങ്ങൾ ഓർപ്പിച്ച് 6-ാം അധ്യായത്തിൽ നിങ്ങൾ ഈ ഭാഗങ്ങളൊക്കെ മെഡിറ്റേറ്റ് ചെയ്ത് വായിക്കണം. ഈ ദൈവവചനം എല്ലാവരും പഠിക്കണം. ദൈവമക്കളെ, സ്തോത്രം. എൻ്റെ വാത്സല്യ സഹോദരങ്ങളോട് ഞാൻ പറയുന്നത്, നിങ്ങൾ ബിസി ലൈഫാണ്. പഠനത്തിന് വന്ന കുഞ്ഞുങ്ങളുണ്ട്, മറ്റു നിലകളിലൊക്കെ ജോലി ചെയ്യുന്നവരുണ്ട്. ബിസി ലൈഫാണ്. നിങ്ങൾ വേദപുസ്തക വായന നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു ചടങ്ങാക്കി ആരും മാറ്റരുത്. അങ്ങനെ ചടങ്ങിന് വായിക്കുന്നതല്ല വിശുദ്ധ വേദപുസ്തകം. ദയവ് ചെയ്ത്, പണ്ട് വേദപുസ്തകം നിങ്ങൾ നാട്ടിലൊക്കെ ആയിരുന്നപ്പോൾ ഒത്തിരി വായിക്കുകയും ഒത്തിരി മെഡിറ്റേറ്റ് ചെയ്യുകയും ഒത്തിരി ആരാധിക്കുകയും ഒക്കെ ചെയ്യുന്നവർ ഇവിടെയൊക്കെ വരുമ്പോൾ ഇതൊക്കെ ഒരു സെക്കൻഡറി ആക്കി മാറ്റുന്ന സാഹചര്യങ്ങൾ ഒരുപക്ഷെ ഉണ്ടാകും. അരുത്, ഒരിക്കലും പാടില്ല. നമ്മുടെ ജീവിതത്തിന്റെ വിജയം നമ്മുടെ ആത്മീയതയുടെ വളർച്ചയാണ്, ഭൗതികതയുടെ വളർച്ചയല്ല. നിങ്ങൾ ആരും വിചാരിക്കരുത്, സ്തോത്രം, എനിക്ക് കുറെ ഭൗതികത ഉണ്ടായത് കൊണ്ട് ഞാൻ ജയിച്ചു എന്ന്. നെവർ. ഒരു ദൈവ പൈതലിന് ഒരിക്കലും ഭൗതികതയല്ല വിജയം, അവന്റെ ആത്മീയതയാണ് അവന്റെ വിജയം. അവനെ നിർത്തുന്നത് ദൈവത്തിന്റെ വചനമാണ്, അവനെ നിർത്തുന്നത് ദൈവത്തിന്റെ കൃപയാണ്, അവനെ നിർത്തുന്നത് ദൈവത്തിന്റെ സഹിത്വമാണ്. സ്തോത്രം. നാം കണ്ണടച്ച് പോയാൽ മതി, കർത്താവ് നടത്തുന്ന വഴിയിലൂടെ അവൻ നടത്തും. നമ്മുടെ കരത്തിൽ പിടിച്ചിരിക്കുന്ന നമ്മുടെ ദൈവമാണ്. എൻ്റെ ഈ കണ്ണും എൻ്റെ കാഴ്ചയൊക്കെ എനിക്ക് സുരക്ഷിതത്വം തരുമെന്നൊക്കെയാ എൻ്റെ വിചാരം. അതൊക്കെ ചുമ്മാതാ. പക്ഷെ എന്നെ നടത്തുന്ന കൂരിൽ താഴ്വരെ കൂടെ നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ലെന്ന് ധൈര്യത്തോടെ എനിക്ക് പറയാൻ കഴിയണമെങ്കിൽ എൻ്റെ കർത്താവ് എൻ്റെ കൂടെ ഇരിക്കണം. ആ അഭിമാനം നമുക്കുണ്ടാകണം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിന്റെ എത്ര തിരക്കുള്ള സമയമാണെങ്കിലും ഒരു അരമണിക്കൂറെങ്കിലും കർത്താവിനോട് സംസാരിക്കാനും വചനം വായിക്കാനും നിങ്ങൾ സമയമെടുത്ത് മെഡിറ്റേറ്റ് ചെയ്യണം. മുട്ടയിലിരുന്ന് പ്രാർത്ഥിക്കണം, ദൈവത്തോട് ആലോചന ചോദിക്കണം, പരിശുദ്ധാത്മാവ് നമ്മളോട് ഇടപെടണം. സ്തോത്രം. ഈ ഭാഗത്ത് 1-2 കാര്യം കൂടെ ഞാൻ പറഞ്ഞ് എൻ്റെ വാക്കുകൾ പെട്ടെന്ന് നിർത്തിക്കൊള്ളാം. സ്തോത്രം. സമയം മുമ്പോട്ട് പോകുന്നുണ്ടല്ലോ. ഓക്കെ. ഇവിടെ എന്നെ കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനുമല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ. എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ സ്വർഗരാജ്യത്തിൽ കിടക്കുന്നത്. പ്രൈസ് ലോർഡ്. അപ്പൊ നമ്മുടെ ആത്യന്തിക ലക്ഷ്യം ദൈവരാജ്യമാണ്. നമ്മൾ ജർമ്മനിയിൽ ചെല്ലുന്നതോ ഓസ്ട്രേലിയയിൽ പോകുന്നതോ ന്യൂസിലാൻഡിൽ പോകുന്നതോ അമേരിക്കയിൽ പോകുന്നതോ ദുബായി വരുന്നതോ ഒന്നുമല്ല നമ്മുടെ ലക്ഷ്യം. ഇതൊക്കെ ദൈവം നമ്മളെ കൊണ്ടുപോവുകയാണ്. ഇഹലോക ജീവിതത്തിൽ എവിടെയൊക്കെ നമ്മൾ എത്തണമെന്നുള്ള ദൈവത്തിന്റെ പദ്ധതിയിൽപ്പെട്ട കാര്യമായതുകൊണ്ട് അതൊക്കെ ദൈവം ചെയ്യുകയാണ്. പക്ഷെ നമ്മുടെ ലക്ഷ്യം സ്വർഗരാജ്യത്തിൽ എത്തുക എന്നുള്ളതാണ്. അപ്പൊ സ്വർഗരാജ്യത്തിൽ എത്താൻ എന്താണ് കടമ്പ? നിങ്ങൾക്കറിയാം, ഈ രാജ്യത്ത്, നിങ്ങൾ ഇപ്പോൾ ആയിരിക്കുന്ന രാജ്യത്ത് വരാൻ എന്തെല്ലാം കടമ്പകൾ കടക്കേണ്ട വന്നു, എന്തെല്ലാം കാര്യങ്ങളിൽ സൂക്ഷ്മതയോടുകൂടെ ശ്രദ്ധയോടുകൂടെ പരിശ്രമിച്ചതിന്റെ പരിണിത ഫലമായിട്ടാണ് നിങ്ങൾ ഇന്ന് എത്തിയത്. അങ്ങനെയെങ്കിൽ സ്വർഗരാജ്യം എന്ന് പറയുന്നത്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്ഥലമൊരുക്കാൻ പോകുന്നു, ഞാനൊരു രാജ്യം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കാൻ പോകുന്നു, ലോകസ്ഥാപനത്തിന് മുമ്പ് എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ എന്നൊക്കെ കർത്താവ് പറയുന്ന ഭാഗങ്ങളിൽ ലോകസ്ഥാപനത്തിന് മുമ്പ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന രാജ്യം, ഒരു രാജ്യം ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നു. അങ്ങനെ സ്വർഗരാജ്യത്തിൽ കടക്കുക എന്നതായിരിക്കണം നമ്മുടെ ആത്യന്തിക ലക്ഷ്യം. അപ്പൊ സ്വർഗരാജ്യത്തിൽ ഒരുവൻ കടക്കണമെങ്കിൽ എന്തായിരിക്കണം? എൻ്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം ചെയ്യണം. കർത്താവേ കർത്താവേ എന്ന് പറയുന്നൊന്നുമല്ല. സ്തോത്രം. ഇവിടെ തന്നെ യേശു കർത്താവ് പറയുന്നത്, കർത്താവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിച്ചു, നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കി, നിന്റെ നാമത്തിൽ വീര്യപ്രവർത്തികൾ ചെയ്തു എന്ന് പലരും അന്നാളിൽ പറയും. ഇതൊന്നും വലിയ കാര്യമല്ല, അത്ഭുതങ്ങൾക്കൊന്നും വലിയ കാര്യമൊന്നുമല്ല. സ്തോത്രം. അപ്പോൾ നമ്മള് അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വീര്യപ്രവർത്തികൾ ഇതെല്ലാം ഉണ്ട്. ഇതൊന്നുമല്ല നമ്മൾ ദൈവരാജ്യത്തിൽ എത്തുന്നതിന്റെ മാനദണ്ഡം. ദൈവരാജ്യത്തിൽ എത്തുന്നതിന്റെ മാനദണ്ഡം ദൈവ ഇഷ്ടം ചെയ്യുന്നതാണ്. നമ്മൾ അതിലേക്ക് വരും. പൗലോസ് അപ്പോസ്തലന്റെ ലേഖനങ്ങളൊക്കെ വായിക്കുമ്പോൾ ഈ ദൈവ ഇഷ്ടത്തെ കുറിച്ചൊക്കെ നമ്മളൊന്നും മനസ്സിലാക്കി കഴിഞ്ഞാൽ ഉണ്ടല്ലോ, സ്തോത്രം, നമ്മുടെ വിചാരം നമ്മളെല്ലാം തികഞ്ഞെന്നാ. ഒന്നും ആയിട്ടില്ല. 0 പോയിന്റിൽ നമ്മൾ നിൽക്കുകയാ. ദൈവ ഇഷ്ടം ചെയ്യാത്തവർക്ക് സ്വർഗരാജ്യമില്ല. എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ഏവനുമല്ല, എല്ലാവരും വിളിക്കുന്നുണ്ട്. ഒരു പ്രശ്നം വരുമ്പോൾ ദൈവം സാർവത്രികമായി മനുഷ്യനോട് കരുണയുള്ള ദൈവമാണ്, സർവകൃപാലുവായ ദൈവമാണ്. അപ്പോൾ ദൈവം മനുഷ്യനോടുള്ള ബന്ധത്തിൽ പിതാവായ ദൈവം സകല മനുഷ്യനോട് കരുണ കാണിക്കുന്ന ദൈവമാണ്.
അത് പ്രാർത്ഥിക്കുന്നവനോട് മാത്രമല്ല, കരുണാസമ്പന്നനായ ദൈവം സകല മനുഷ്യനോടും ദൈവത്തിന്റെ നീതിയുണ്ട്. അപ്പോൾ ദൈവമേ എന്ന് വിളിക്കുന്ന എല്ലാവരോടും ദൈവം ദൈവമായിട്ട് ഇടപെടുന്നുണ്ട്. പക്ഷേ സ്വർഗരാജ്യത്തിൽ അവൻ ദൈവമേ എന്ന് വിളിച്ചത് കൊണ്ട് എത്തുന്നില്ല. സ്വർഗരാജ്യത്തിൽ എത്തണമെങ്കിൽ ദൈവവചനം തിരിച്ചറിഞ്ഞുകൊണ്ട് വ്യവസ്ഥാവിധമായ ജീവിതം നയിച്ചെങ്കിൽ മാത്രമേ കർത്താവിന്റെ രാജ്യത്തെത്താൻ കഴിയുള്ളൂ. സ്തോത്രം. ഞാനൊരു കാര്യം ദൈവമക്കളോട് പറയാം. നമ്മൾ ഇവിടെ പ്രാർത്ഥിച്ച് വിജയം നേടി ജീവിതത്തിന്റെ ഒരായുസ് വരെ എത്തിയിട്ട് ഇവിടം കൊണ്ട് എന്താ നേട്ടം നമ്മൾ നേടുന്നത് എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ, ജീവിതത്തിന്റെ ജനനം മുതൽ സ്ട്രഗിൾ ചെയ്ത് വാർദ്ധക്യം വരെ ഒരു മനുഷ്യൻ ഓടുകയാ ഇവിടെ ജീവിക്കാൻ വേണ്ടി. ഇവിടെ ജീവിച്ച് സ്ട്രഗിൾ ചെയ്ത് അവിടെ ചെന്നിട്ട് എന്നാ നമുക്ക് ബാലൻസ് ആയിട്ടുള്ളത്? ഒന്നുമില്ല. ഈ ലോകത്തിലുള്ളതെല്ലാം വെറും ചവറായി തന്നെ. സ്തോത്രം. കാണുന്നതെല്ലാം താൽക്കാലികമെന്ന് പൗലോസ് പറഞ്ഞതുപോലെ ഇതല്ല നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം. നമ്മുടെ ലക്ഷ്യം നമ്മുടെ നിത്യതയാണ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, അതിനുവേണ്ടി വില കൊടുക്കുവാൻ, അതിനുവേണ്ടി ദൈവഇഷ്ടം തിരിച്ചറിഞ്ഞുകൊണ്ട് കർത്താവിന്റെ രാജ്യത്തിൽ എത്തണം എന്നതായിരിക്കട്ടെ നമ്മുടെ ആത്യന്തിക ലക്ഷ്യം. നമ്മൾ പ്രാർത്ഥിച്ചപ്പോൾ ചിലതൊക്കെ നടന്നു, ചില കാര്യങ്ങളൊക്കെ ദൈവം വഴി തുറന്നു, ഇതൊക്കെ ശരി. പക്ഷെ ഇതൊന്നും നിങ്ങൾ സ്വർഗത്തിൽ പോകുന്നതിന്റെ മാനദണ്ഡമാക്കരുത്. ഇതൊന്നും മാനദണ്ഡമാക്കേണ്ടത് വചനം അനുസരിക്കുന്നുണ്ടോ, ദൈവവചനത്തിൽ നിലനിൽക്കുന്നുണ്ടോ? ഇവിടെ വായിക്കുന്നുണ്ട് ആ ഭാഗത്ത്, അവിടെ പറയുന്ന 23-ാം വാക്യം, ഇത്രയേ അത്ഭുതങ്ങൾ ചെയ്തവനോടും ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല. എന്നിട്ട് അടുത്ത വാക്യത്തിൽ പറയുന്നു, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ട് പോകുവീൻ എന്ന് തീർത്തു പറയും. പ്രൈസ് ദി ലോർഡ്. ഈ ഭാഗമൊക്കെ വായിക്കുമ്പോൾ ഞെട്ടലോടുകൂടെയാണ് ഭാഗങ്ങൾ വായിക്കേണ്ടത്. രക്തത്താൽ ജയം, മരണാനന്തര ജീവിതത്തെക്കുറിച്ചും നിത്യതയെക്കുറിച്ചും ഒക്കെ വിശുദ്ധ വേദപുസ്തകം പറയപ്പെടുന്ന വചനം പഠിച്ചാൽ, നിത്യ ന്യായവിധിയെക്കുറിച്ച് പഠിച്ചാൽ, നരകത്തെക്കുറിച്ച് പഠിച്ചാൽ, സ്തോത്രം, മനുഷ്യനെ ഏറ്റവും വെളിപ്പാട് പുസ്തകത്തിൽ മനുഷ്യൻ അനുഭവിക്കുവാൻ പോകുന്ന യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവിന് ശേഷമുള്ള ന്യായവിധിയുടെ അനുഭവങ്ങളെ, കെടാത്ത തീയുടേതായ അവസ്ഥകളെ ഒക്കെ കുറിച്ച് പഠിച്ചാൽ യേശുക്രിസ്തു തന്ന രക്ഷയുടെ വില എത്ര വലുതാണെന്ന് അങ്ങനെയുള്ള ദൈവമക്കൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇന്നെന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കർത്താവ് പറയുന്നു, ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ ചെയ്താലും സ്തോത്രം, നമുക്ക് വലിയ അപ്രിസിയേഷൻ, സെൻട്രൽ പാസ്റ്ററാണ് അനേക ആത്മാക്കളെ നേടിയെന്നൊക്കെ പറയുന്നതിനേക്കാൾ അപ്പുറം ഒരുപക്ഷെ 100 പേരെ നേടാൻ ദൈവം എന്നിലൂടെ അവസരങ്ങൾ ഒരുക്കി എന്നുള്ളതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ ഇതൊന്നുമല്ല സ്വർഗരാജ്യത്തിന്റെ എൻട്രൻസിന്റെ മാനദണ്ഡം. സ്വർഗരാജ്യത്തിന്റെ എൻട്രൻസിന്റെ മാനദണ്ഡം ഞാൻ അറിഞ്ഞ സത്യത്തിന് വേണ്ടി, ഞാൻ അറിഞ്ഞ ദൈവവചനത്തിന് വേണ്ടി, യേശുക്രിസ്തുവിന് വേണ്ടി, അവന്റെ ഇഷ്ടത്തിന് വേണ്ടി എത്രമാത്രം നിലനിൽക്കുവാൻ കഴിഞ്ഞു എന്നുള്ളതാണ് കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അവിടെ പറയുന്നു, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ട് പോകുവീൻ, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല. അധർമ്മം പ്രവർത്തിക്കുന്നവരെ വിട്ടു പോകുവീൻ എന്ന് തീർത്തു പറയും. എന്നിട്ട് അടുത്ത വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചോ? അവിടെ പറയുന്നു, ആദ്യം പറഞ്ഞതിന്റെ ഒരു തുടർച്ചയെന്ന വണ്ണം, ആകയാൽ എന്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യന് തുല്യനാകുന്നു. സ്തോത്രം. ഒരു സ്തോത്രം പറയാമോ? രക്തത്താൽ ജയം. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. മാനുഷിക ബുദ്ധിയുടെ ഒരു ആർക്കിടെക്ട് പ്ലാൻ ചെയ്ത് പണിയുന്ന പണിയല്ല ഇവിടെ പറയുന്നത്. ദൈവവചനത്തെ ആഴമായി തിരിച്ചറിഞ്ഞുകൊണ്ട് വചനപ്രകാരം ജീവിതം പടുത്തുയർത്തുന്ന ഒരു മനുഷ്യനോടുള്ള ബന്ധത്തിൽ കർത്താവ് പറയുന്നു, എന്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും സ്തോത്രം ആ പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യന് തുല്യനാകുന്നു. എന്താ അതിന്റെ പ്രത്യേകത? സ്തോത്രം. ഞാനൊരു കാര്യം ദൈവമക്കളോട് പറയും, ഇന്നത്തെ ഈ സാഹചര്യമൊക്കെ പൊടുന്നനവ കൊണ്ട് മാറാൻ വളരെ സാധ്യതയാണ്. ഇന്ന് എൻ്റെ ആരോഗ്യം അടുത്ത നിമിഷം എങ്ങനെ പ്രതികരിക്കുമെന്ന് എനിക്കറിയില്ല. ഇന്ന് എൻ്റെ സ്വസ്ഥത എങ്ങനെയായിരിക്കുമെന്ന് എനിക്കറിയില്ല. എൻ്റെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളൊക്കെ മാറാൻ ഞൊടി നേരം മതി, സെക്കൻഡ് മതി. നാം ചവിട്ടി നടക്കുമ്പോൾ നമ്മുടെ കാലിനടിയിലുള്ള ഒരു ഉരുളങ്കല്ല് നിയമിച്ചാൽ മതി നമ്മുടെ അവസ്ഥ വ്യത്യാസം വരാൻ. എന്തിനു പറയുന്നു? നമ്മളിപ്പോൾ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന എത്ര ഭയാനകരമായ സംഭവമാണ് അവിടെ സംഭവിച്ചത്. ഒരു വിധത്തിൽ പോലും പ്രതീക്ഷിക്കാതെ ഒരു ഭൂമിയുടെ ഒരു ചെറിയ കോണളകിയപ്പോഴത്തേക്ക് നൂറുകണക്കിന് ആളുകൾ മണ്ണിനടിയിൽ പോയി. സ്തോത്രം. നോക്കണം, ഏത് സമയത്താണ് അപ്രതീക്ഷിതമായ വേദനകൾ നമ്മളെ എതിരേൽക്കുന്നത് നമുക്ക് ആർക്കും അറിയില്ല.
പക്ഷെ അവിടെയൊക്കെ ഒരു ഭക്തന്റെ ജീവിതത്തിന്റെ നിലനിൽപ്പ് ദൈവവചനത്തിലുള്ള ഉറപ്പാണ്. ഇയ്യോബിന്റെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി കടന്നു വന്ന പ്രതിസന്ധി, സ്തോത്രം, 7000 ആട് ചത്തപ്പോഴും 3000 ഒട്ടകം ചത്തപ്പോഴും 500 കാള നഷ്ടപ്പെട്ടപ്പോഴും 500 കഴുത നഷ്ടപ്പെട്ടപ്പോഴൊക്കെ, സ്തോത്രം, ഇയ്യോബ് തന്റെ 10 മക്കൾ നഷ്ടപ്പെട്ടു, വീട് നഷ്ടപ്പെട്ടു, എല്ലാം നഷ്ടപ്പെട്ടപ്പോഴും ഇയ്യോബ് ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി ഉറപ്പോടെ നിൽക്കാൻ കാരണമായി തീർന്നത് ദൈവവും അവനുമായുള്ള അഭേദ്യമായ ബന്ധമാണ്. കർത്താവുമായുള്ള ബന്ധമുള്ളവൻ അറിയാം ഇത് ഏത് റൂട്ടാണ് എന്നെ കൊണ്ടുപോകുന്നത്. എത്ര പ്രശ്നകലുഷിതമായ അവസ്ഥകൾ ജീവിതത്തിന് നേരെ കടന്നു വന്നാലും ദൈവം ഇതിലെ നീ ഓർക്കണം, നിന്നെ നടത്തുന്ന ഒരു ദൈവം. സ്തോത്രം, തീയിൽ കൂടെ നടന്നാൽ നീ വെന്തു പോകുകയില്ല. തീ മാറ്റിയിട്ട് വിടുവെന്നല്ല പറഞ്ഞത്, നീ തീ കൂടെ നടക്കേണ്ടി വരും. പ്രൈസ് ദ ലോർഡ്. സ്തോത്രം. ദൈവം എന്നെ തീക്കകത്ത് നടത്തുമെന്ന് എനിക്കൊരു ഉറപ്പ് വേണമെങ്കിൽ, എന്നെ കാണുന്നവർക്ക് ഒരു ഉറപ്പ് വേണമെങ്കിൽ, അതിന്റെ മുമ്പിൽ തീയിൽ ഞാൻ നടന്നേ മതിയാകുള്ളൂ. പക്ഷേ ഒരു കാര്യം ഉറപ്പ് വരുന്നു, ഇത് നിന്നെ ചാരമാക്കാനുള്ള നടത്തല്ല, ഇത് നിന്നെ ദൈവസന്നിധി ശ്രേഷ്ഠതയുള്ളവനാക്കി തീർക്കാനുള്ള ദൈവത്തിന്റെ പദ്ധതിയാണ്. അപ്പൊ ഇവിടെ പറയുന്നു, എന്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും ആഴ കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാണ്. നിങ്ങൾ അവിടെ താഴത്തെ ഭാഗം ശ്രദ്ധിച്ച്, വൻമഴ ചൊരിഞ്ഞു, സ്തോത്രം, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, സ്തോത്രം, ആ വീടിന്മേൽ അലച്ചു. നിങ്ങൾ അത് ശ്രദ്ധിച്ചേ. സ്തോത്രം. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നു എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. വൻമഴ ചൊരിഞ്ഞു. ഒരു വൻമഴയുടെ സാഹചര്യം ഉള്ളിടത്താണ് നമ്മൾ ആത്മീയ ജീവിതം പണിതുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം. വൻമഴ ചൊരിയാൻ സാധ്യതയുണ്ട്. സ്തോത്രം. നദികൾ പൊങ്ങാൻ സാധ്യതയുണ്ട്. കാറ്റടിക്കാൻ സാധ്യതയുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിന് നേരെ പ്രതിസന്ധികൾ ഏത് വിധത്തിലും ഉയരാൻ സാധ്യതയുള്ളിടത്താ നാം നിൽക്കുന്നത്. പക്ഷേ നമ്മുടെ ജീവിതം ദൈവേഷ്ടപ്രകാരം വചനാടിസ്ഥാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് പണിയാൻ നാം തയ്യാറാണെങ്കിൽ, നമ്മുടെ കർത്താവ് വൻമഴയുടെ നടുവിലും നദികൾ പൊങ്ങി വരുമ്പോഴും കാറ്റടിക്കുമ്പോഴും ഒരു കുലുക്കവുമില്ലാതെ നിർത്താൻ നമ്മുടെ ദൈവം മതിയായ ദൈവമാണ്. സ്തോത്രം. ഇന്ന് ഈ സന്ധ്യയില് ദൈവമക്കളോട് ഞാൻ പറയട്ടെ, നമ്മുടെ ജീവിതത്തിന്റെ നന്മ എന്ന് പറയുന്നത് നമ്മുടെ കർത്താവുമായുള്ള ബന്ധമാണ്. ഇപ്പോൾ സങ്കീർത്തനക്കാരൻ ഇവിടെ പറയുകയാണ്, സ്തോത്രം, എന്റെ കർത്താവെ, നിന്റെ ഇഷ്ടം ചെയ്യാൻ ഞാൻ പ്രിയപ്പെടുന്നു. സ്തോത്രം. പ്രിയപ്പെടുക എന്ന് പറയുന്നതിന്റെ അർത്ഥം, എൻ്റെ ജീവിതത്തിന്റെ അകമഴിഞ്ഞ ആഗ്രഹം, ദൈവം എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്ന എന്താണോ അത് ചെയ്യുക എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ എങ്ങനെയാണ് നമ്മളെ കുറിച്ചുള്ള ദൈവ ഇഷ്ടം നമുക്ക് മനസ്സിലാകും? എന്താണ് ദൈവത്തിന്റെ ഇഷ്ടം? എങ്ങനെയാണ് നമുക്ക് ദൈവ ഇഷ്ടം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ അവിടെ തന്നെ പറയുന്നുണ്ട്, ആ സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്, നിന്റെ വചനങ്ങൾ എൻ്റെ ഉള്ളിൽ, നിന്റെ ന്യായപ്രമാണങ്ങൾ, അങ്ങനല്ലേ? ഒന്ന് വായിച്ചേ ആ വാക്യത്തിൽ, നിന്റെ ന്യായപ്രമാണം എൻ്റെ ഉള്ളിൽ ഇരിക്കുന്നു. അപ്പം എനിക്ക് എങ്ങനെയാണ് എൻ്റെ കർത്താവിന്റെ ഇഷ്ടം അറിയുന്നത്? നമ്മുടെ വിചാരം നമ്മൾ ചെയ്യുന്നതൊക്കെ ദൈവത്തിന്റെ ഇഷ്ടങ്ങളാണെന്നൊക്കെയാണ് നമ്മുടെ വിചാരം. നമ്മുടെ കണ്ണിനും നമ്മുടെ ജീവിതത്തിന്റെ പോസിറ്റീവായ നിലവാരങ്ങളിൽ ഉണ്ടാകുന്ന പല ചിന്തകളും നമ്മൾ വിചാരിക്കും ഇതൊക്കെ ദൈവത്തിന്റെ ഹിതമാണെന്നുള്ളതാണ്. വല്ലവരിലും ഒക്കെ എന്തെങ്കിലും ഒക്കെ കാര്യങ്ങൾ കണ്ടിട്ട് അതുപോലൊരു കാര്യമായിരിക്കാം എന്നോടുള്ള ബന്ധത്തിലും ദൈവം ആഗ്രഹിക്കുന്നതൊക്കെ ചിന്തിച്ച് ആവശ്യമില്ലാത്ത മറ്റുള്ളവരുടെ ജീവിത ശൈലികളിൽ അവർ അവലംബിക്കുന്ന ജീവിത രീതിയിൽ നിന്ന് ലഭിക്കുന്ന അവസ്ഥകളെ കണ്ടുകൊണ്ട്, അങ്ങനെ ഒരു സ്വപ്നം കണ്ടുകൊണ്ട് ജീവിക്കാനല്ല ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. കർത്താവിന്റെ വചനം ഇങ്ങനെയാണ് പറയുന്നത്, സ്തോത്രം, കർത്താവെ, നിന്റെ ഇഷ്ടം ചെയ്യാൻ ഞാൻ പ്രിയപ്പെടുന്നു. എനിക്ക് മനസ്സിലാകുന്നത് നിന്റെ ഇഷ്ടം എങ്ങനെയാണ് മനസ്സിലാകുന്നത്? നിന്റെ ന്യായപ്രമാണത്തിനകത്ത് നിന്റെ ഇഷ്ടം എന്താണെന്ന് അറിയാം. സ്തോത്രം. നമുക്ക് റോമാലേഖനം 2-ാം അധ്യായം 18-ാം വാക്യത്തിലും ഇങ്ങനെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, കർത്താവെ, നിന്റെ ന്യായപ്രമാണത്തിനകത്ത് നിന്റെ ഇഷ്ടങ്ങൾ എന്താണെന്ന്. ഒന്ന് വായിക്കാമോ? 2:18. ന്യായപ്രമാണത്തിൽ ആശ്രയിച്ചും ദൈവത്തിൽ പ്രശംസിച്ചും ന്യായപ്രമാണത്തിൽ നിന്ന് പഠിക്കയാൽ അവന്റെ ഇഷ്ടം അറിഞ്ഞും
ഭേദാഭേദങ്ങൾ നിങ്ങൾ വിവേചിച്ചും നോക്കണം, ന്യായപ്രമാണത്തിൽ നിന്ന് പഠിക്കിയാൽ അവന്റെ ഇഷ്ടം അറിഞ്ഞു. ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണമേ, അവിടെ ഒത്തിരി കാര്യങ്ങൾ റോമാലേഖനത്തിൽ പല കാര്യങ്ങൾ പറയുന്നുണ്ട്. ദൈവഹിതത്തിൽ നിന്ന് വിരുദ്ധമായി നിൽക്കുന്ന ജീവിത സാഹചര്യങ്ങളോടുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ ഇടപെടലാണ് അവിടെ പറയുന്നത്. അപ്പോൾ ദൈവത്തിന്റെ ഇഷ്ടം എന്താണെന്ന് ഒരുവൻ അറിയണമെങ്കിൽ ദൈവവചനം പഠിച്ചേ പറ്റൂ. ദൈവവചനം പഠിക്കണം. ദൈവത്തിന്റെ വചനം നിങ്ങൾ മനസ്സിലാക്കുന്നെങ്കിൽ മാത്രമേ ദൈവത്തിന്റെ ഇഷ്ടം നമുക്ക് ജീവിതത്തിൽ അനുഭവിക്കാൻ കഴിയത്തുള്ളൂ. എന്താണ് ദൈവത്തിന്റെ ഇഷ്ടം എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ, സ്തോത്രം, 1 തെസ്സലോനിക്യ ലേഖനം 4-ാം അധ്യായം 3-ാം വാക്യം ഒന്ന് വായിക്കുമ്പോൾ നമുക്ക് ദൈവ ഇഷ്ടത്തിന്റെ എല്ലാം കൂടെ ഉൾക്കൊള്ളിക്കുന്ന ഒരു പദപ്രയോഗം അവിടെ നമുക്ക് കാണാം. ഒന്ന് വായിച്ചാട്ടെ. ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം ദൈവത്തിന്റെ തന്നെ. ഇഷ്ടമോ, നിങ്ങൾ നോക്കണേ, ദൈവത്തിന്റെ ഇഷ്ടം. ഒത്തിരി കാര്യങ്ങൾ ദൈവ ഇഷ്ടത്തെ കുറിച്ച് വേദപുസ്തകത്തിൽ പറയുന്നുണ്ട്. പക്ഷെ ഇതെല്ലാം കൂടെ നമ്മള് സംക്ഷിപ്തമായി മനസ്സിലാക്കുമ്പോൾ ഒറ്റ വാക്കിനകത്ത് വെച്ചിരിക്കുകയാണ്. ദൈവത്തിന്റെ ഇഷ്ടമോ നമ്മുടെ ശുദ്ധീകരണം തന്നെ. സ്തോത്രം. ദൈവത്തിന്റെ ഇഷ്ടം നമ്മുടെ ശുദ്ധി. എന്തുകൊണ്ടാണ് ദൈവത്തിന്റെ ഇഷ്ടം നമ്മുടെ ശുദ്ധീകരണം എന്ന് പറയുന്ന 7-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ദൈവം നമ്മെ അശുദ്ധിക്കല്ല വിശുദ്ധീകരണത്തിനത്രേ വിളിച്ചത്. അപ്പൊ നോക്കണേ, ദൈവത്തിന്റെ ഇഷ്ടം എന്നാ? നിന്നെ അശുദ്ധിക്കല്ല ദൈവം വിളിച്ചത്, വിശുദ്ധീകരണത്തിനായിട്ടാണ് വിളിച്ചത്. സ്തോത്രം. അവിടെ 4-ാം അധ്യായം, തെസ്സലോനിക്യ ലേഖനം 4-ാം അധ്യായവും 5-ാം അധ്യായവും ഒക്കെ ദൈവ ഇഷ്ടത്തെക്കുറിച്ച് ഊന്നൽ കൊടുത്ത് പറയുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. നിങ്ങൾ പിന്നീട് വായിച്ചാൽ മതി. അതൊന്ന് വായിക്കണേ. ദൈവമക്കൾ, നിങ്ങൾ വീട്ടിൽ പോയി നിങ്ങൾക്ക് സമയം ലഭിക്കുമ്പോൾ ഈ ഭാഗങ്ങളെല്ലാം നിങ്ങൾ വായിക്കുന്നത് നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ ഒത്തിരി കാഴ്ചപ്പാടുകൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അതിലൂടെ തരും. ഒത്തിരി കാര്യങ്ങൾ നാം മനസ്സിലാക്കേണ്ട ഒത്തിരി കാര്യങ്ങൾ അതിനകത്തുണ്ട്. നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്യരുത് എന്നുള്ളത് മാത്രമേ കണ്ടിട്ടുള്ളൂ. ചെയ്യരുത്, അരുത്, ഇല്ല, അരുതുകളെ മാത്രം കണ്ടിട്ട് ഒഴിഞ്ഞു മാറുന്നവരാ. പക്ഷേ ചെയ്യണമെന്ന് പറയുന്ന പലതും നമ്മൾ കണ്ടിട്ട് പോലും ഇല്ല. അപ്പൊ അരുതുകളുടെ മാത്രം പുസ്തകമല്ല, ചെയ്തികളുടെ കൂടെ പുസ്തകമുണ്ട്. ഒരു ദൈവ പൈതൽ ജീവിതത്തിൽ, പ്രാക്ടിക്കൽ ജീവിതത്തിൽ, ആത്മീയ ജീവിതത്തിൽ നമ്മുടെ ദൗത്യം, ഒരു ദൈവ പൈതൽ എന്ന നിലയിൽ നമ്മുടെ ഉത്തരവാദിത്തങ്ങളുമുണ്ട്. അത് നിങ്ങൾ ചെയ്യണം. അത് ചെയ്യാതെ കണ്ണടയ്ക്കുവാനല്ല ദൈവം ആഗ്രഹിക്കും. അപ്പോൾ നമ്മുടെ ശുദ്ധീകരണം ആണ് ദൈവത്തിന്റെ ഇഷ്ടം. വേറെ പല ഭാഗങ്ങൾ പലതുണ്ട്. ഞാൻ ഇത് മാത്രം പറഞ്ഞിട്ട് നിർത്താം, അതും കൂടെ ആകുമ്പോൾ എൻ്റെ സമയം കഴിയും. ഇവിടെ 4-ാം അധ്യായത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞു, ഒടുവിൽ സഹോദരന്മാരെ, പല കാര്യങ്ങൾ. തെസ്സലോനിക്യ ലേഖനത്തിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? സ്തോത്രം. യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവും നമ്മുടെ നിത്യതയുമായി ബന്ധപ്പെട്ടതാണ്. 4-ാം അധ്യായം 13-ാം വാക്യത്തിൽ നമ്മൾ എല്ലാവരും പ്രത്യാശയിൽ വളരെയധികം സന്തോഷിക്കുന്ന ഭാഗങ്ങളാണ് അതിന് താഴോട്ടുള്ള ഭാഗം. ഞാൻ അതിലേക്ക് കടക്കുന്നത്. ഈ ഭാഗം, ഒടുവിൽ സഹോദരന്മാരെ, ദൈവപ്രസാദം ലഭിക്കത്തക്കവണ്ണം നിങ്ങൾ എങ്ങനെ നടക്കണമെന്ന് ഞാൻ നിങ്ങളെ. അപ്പോൾ നമ്മുടെ നടപ്പിൽ തന്നെ എന്തുണ്ടാകണം? ദൈവം പ്രസാദിക്കണം. ദൈവം പ്രസാദിക്കുന്ന വഴിയിലൂടെ വേണം നടക്കാൻ. പ്രൈസ് ദി ലോർഡ്. എനിക്ക് തോന്നുന്ന പോലൊക്കെ നടന്നേച്ച് പിന്നെ ദൈവസന്നിധി വന്ന ദൈവം പ്രസാദിക്കുമെന്ന് വിചാരിക്കരുത്. വിശുദ്ധ വേദപുസ്തകത്തിൽ ഇങ്ങനെ, ഒരുവന്റെ വഴിയിൽ യഹോവയ്ക്ക് പ്രസാദം തോന്നിയാൽ. ഇന്ന് പലരുടെയും ജീവിതത്തിൽ അസ്ഥിരത ഉണ്ടാകുന്നത് എന്താണ്? പലരുടെയും പിശാച് കയറി പലരുടെയും നന്മ അപകരിക്കുന്നത് എന്താണ്? കഴിഞ്ഞ ദിവസം 1-2 പേര് എൻ്റെ അടുത്ത് പ്രാർത്ഥനയ്ക്കൊക്കെ വന്നു. പലതും നഷ്ടപ്പെട്ടു പോയി പാസ്റ്റേ, ഇന്നത് നഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് എൻ്റെ അടുത്ത് വന്നു. അപ്പൊ നഷ്ടപ്പെടുക എന്ന് പറയുമ്പോൾ ഒരിക്കലും ഉണ്ടായിരുന്നതാണ്. അപ്പൊ ഞാൻ ചോദിച്ചത് എങ്ങനെ കിട്ടി? അത് ഞാൻ പ്രാർത്ഥിച്ച് കിട്ടിക്കഴിഞ്ഞപ്പോൾ അതിനോടുള്ള ബന്ധത്തിൽ, ദൈവവും നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിലും അതിനോടുള്ള ബന്ധത്തിലുള്ള വിശ്വസ്തത നിങ്ങൾക്ക് എത്രമാത്രം പുലർത്താൻ കഴിഞ്ഞു എന്ന് പരിശോധിച്ചോ? സ്തോത്രം. പലതും ദൈവം നമുക്ക് തന്നു കഴിയുമ്പോൾ ദാതാവിനെയും മറക്കും. തന്നതിനോടുള്ള നമ്മുടെ ആ വലിയ ആത്മാർത്ഥതയും മറന്നിട്ട് ലാഘവത്തോടെ പലതും കൈകാര്യം ചെയ്യുമ്പോൾ അവസാനം ഇതെല്ലാം കയ്യിന്ന് പോകുമ്പോഴാ പോയെന്ന് വിചാരിക്കുന്നു. ഒരിക്കലും പാടില്ല. ദൈവം തന്നത് ശ്രേഷ്ഠമാണ്. ദൈവം നിനക്കൊരു ജീവൻ തന്നിട്ടുണ്ടെങ്കിൽ ജീവനെ നന്നായി പരിപാലിക്കണം. ദൈവം ഒരു ശരീരം തന്നിട്ടുണ്ടെങ്കിൽ ശരീരം ദൈവം, അതൊക്കെ ഈ ഭാഗത്ത് പറയുന്നുണ്ട്. ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്നൊക്കെ എഫെസ്യ ലേഖനത്തിലൊക്കെ പറയുന്നുണ്ട്. ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. അപ്പൊ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം, കുടുംബം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം, ഭാര്യ ഭർത്തൃ ജീവിതത്തിൽ ദൈവത്തിന് മഹത്വമായ ജീവിതം ഉണ്ടാകണം, കുഞ്ഞുങ്ങളെ വളർത്തുന്നതിൽ നമുക്കൊരു ആത്മാർത്ഥത ഉണ്ടാകണം, ഒരു ഉത്തരവാദിത്വ ബോധ്യം നമുക്കുണ്ടാകണം. അപ്പോൾ ഏതൊരു കാര്യവും നമുക്ക് എല്ലാവർക്കും കിട്ടുന്ന എനിക്കും കിട്ടി, അങ്ങനെ അങ്ങ് പോട്ടെ. അല്ല,
നമുക്ക് തന്നതൊന്നും എല്ലാവർക്കും കിട്ടുന്നതല്ല, എനിക്ക് ദൈവം എനിക്ക് വേണ്ടി തന്നത്. എത്ര പേർക്ക് അത് സ്വോത്രം പറഞ്ഞ് പറയാൻ പറ്റും? അത് എല്ലാവർക്കും കിട്ടുന്ന, എനിക്ക് കിട്ടുന്ന, അവന് കിട്ടിയോ കിട്ടിയില്ലയോ എന്നുള്ള എന്റെ വിഷയമല്ല. എനിക്ക് കിട്ടിയത് സ്പെഷ്യലാണ്. എന്റെ ദൈവം എനിക്ക് തന്നതാണ്. അതുകൊണ്ട് ആ ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവത്തിന് പ്രസാദകരമായ നിലയിൽ അതിനെ കൈകാര്യം ചെയ്യാൻ ഒരു കൃപ ദൈവമക്കൾ പ്രാപിക്കണം. അപ്പൊ ദൈവത്തിന് പ്രസാദമുള്ളതുപോലെ നമ്മൾ നടക്കണം. നമ്മുടെ നടപ്പ് യഥാർത്ഥമായി ദൈവത്തിന്റെ വഴിയിലായിരിക്കണം. അതാണ് 1-ാം സങ്കീർത്തനത്തിൽ പറയുന്നത്, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത്. നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്നവർ, നിങ്ങളോടൊപ്പം പഠിക്കുന്നവർ, ഒരുപക്ഷെ പെന്തക്കോസ്റ്റുകാർ തന്നെ ജീവിതത്തിൽ മാതൃകയില്ലാത്ത, ദൈവഹിതമില്ലാത്ത വഴികളിലൂടെ നടക്കുന്നു എന്ന് വിചാരിച്ച് അവന് കുഴപ്പമൊന്നുമില്ലല്ലോ, അവന് ജോലി കിട്ടുന്നു, ശമ്പളം കിട്ടുന്നു, അവന് വിജയം കിട്ടുന്നു, അതുകൊണ്ട് അവന് കുഴപ്പമൊന്നുമില്ല, അവന് പ്രാർത്ഥിക്കാത്തവന് കുഴപ്പം, ഇതൊന്നും നിന്റെ വിഷയമല്ല. അവനെ കണ്ടുകൊണ്ടല്ല നീ കർത്താവിന്റെ പുറകെ ഇറങ്ങിയത്. കർത്താവിന് നമ്മെ വേണമായിരുന്നു, എന്നെ വേണമായിരുന്നു. അവൻ എങ്ങനെ നടന്നത് എന്റെ വിഷയമല്ല. എന്റെ വിഷയം ഞാൻ അവന്റെ വഴിയിലൂടെ നടക്കുക എന്നതാണ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഈ ദിവസങ്ങളിൽ നമ്മുടെ പ്രാർത്ഥന, അപ്പച്ചന്റെ ഇഷ്ടം എന്താണെന്ന് എനിക്ക് അറിയണം, എന്നെ അങ്ങ് പഠിപ്പിക്കണം, എന്നിട്ട് എന്നെ കൊണ്ട് അത് ചെയ്യിക്കണം. എത്ര പേർക്ക് പറയാൻ പറ്റും? ഇച്ചിരി റിസ്ക് ആയിരിക്കും കാര്യം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഇച്ചിരി റിസ്കി കാര്യങ്ങളാണ്. നമ്മുടെ വിചാരം ദൈവം ഇങ്ങോട്ടിരുന്ന് എന്റെ കൂടെ ദൈവം ഉണ്ടെന്ന് പറയാൻ ആളുകളുടെ എല്ലാം മുമ്പിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു, അപ്പോൾ തന്നെ നടന്ന് എന്നെ ഒരു ഭക്തനാക്കി കാണിക്കണമെന്നൊക്കെയുള്ള ചിന്തയാണ് നമുക്ക്. അതൊക്കെ നമ്മുടെ വെറും മിഥ്യാചിന്തകളാ. അതൊന്നുമല്ല. യേശു കർത്താവ് പിശാച് ഇങ്ങോട്ട് വന്നേച്ച് വിശന്നിരിക്കുക, 40 ദിവസത്തെ ഉപവാസമൊക്കെ അങ്ങോട്ട് കഴിഞ്ഞ് ഇരിക്കുമ്പോൾ പിശാച് അധികാരത്തോടും അഭിഷേകത്തോടും നിൽക്കുക. പിശാച് വന്നേച്ച് ഒരു ചെറിയ പരീക്ഷണം, നീ ദൈവപുത്രനാണെന്ന് ഇപ്പൊ തെളിയിക്കാമോ? സ്തോത്രം. ഒറ്റ കാര്യം, ആ കല്ലൊന്ന് അപ്പമാകാൻ. യേശു 1 അല്ല 9 കല്ലിനെ അപ്പമാക്കാനുള്ള അധികാരവും അഭിഷേകം ഉള്ളവനാ. പക്ഷേ പിശാച് നിന്റെ മുമ്പിൽ എന്റെ ദൈവപുത്രന്റെ പരീക്ഷണത്തിൽ ഇത് കാണിച്ച് ഞാൻ ദൈവോഹിതനാണെന്ന് കാണിക്കുന്നതല്ല എന്റെ വിഷയം. എന്റെ വിഷയം ഞാനും ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ട് ജീവിക്കുന്നെന്ന് പഠിച്ചവനാ ഞാന്. ഈ കല്ല് അപ്പമായി തീരുന്നു ഒന്നുമല്ല എന്റെ വിഷയം. നിർജീവമായി ഇവിടുത്തെ ലോകത്തിന്റെ നന്മകളെല്ലാം കൂടെ എന്റെ തലയെ വാരി വെക്കുന്നത് അല്ല ഞാൻ ദൈവവേദന എന്ന നിലയിൽ. ശൂന്യതയ്ക്കകത്തും കിടന്നുകൊണ്ട് യേശുവിനെ സ്തുതിക്കുന്നതാണ് എന്റെ ജീവിതത്തിന്റെ സന്തോഷം. എത്ര പേർക്ക് അത് പറയാൻ കഴിയും? ഹല്ലേലൂയ. ഭീതികൾ മാറി, ജീവിതത്തിന്റെ അവസ്ഥ വ്യത്യാസങ്ങൾ മാറി, യേശുവിനെ അമിതമായി സ്നേഹിക്കാൻ ഒരു അഭിഷേകം ഇന്ന് രാത്രി ദൈവമക്കളുടെ മേൽ വരട്ടെ. ദൈവ ഇഷ്ടം ചെയ്യുമ്പോൾ പിശാച് വിറയ്ക്കും. ദൈവ ഇഷ്ടം ചെയ്യുമ്പോൾ അന്ധകാര ശക്തികൾ വഴിമാറിപ്പോകും. ദൈവ ഇഷ്ടം ചെയ്താൽ നിന്റെ മേൽ കടന്നു വരുന്ന പ്രതിബന്ധങ്ങളെ ദൈവം അനുകൂലമാക്കി മാറ്റും. സ്തോത്രം. അതുകൊണ്ട് ആ കർത്താവ് പുതിയ നിയമത്തിൽ എടുത്തു പറഞ്ഞത്, മുമ്പേ അവന്റെ രാജ്യവും നീതി അന്വേഷിക്ക്, ഇവിടെ വന്ന ഒരാത്മാവിനെയെങ്കിലും നേടാ കർത്താവ് എനിക്ക് കൃപ തരണമെന്ന് എത്ര പേർ പ്രാർത്ഥിക്കും? സ്തോത്രം. ജോലിയിൽ പ്രമോഷനോ പഠിത്തത്തിൽ വിജയമോ ഒക്കെ നമ്മുടെ പ്രാർത്ഥന വിഷയം. അതൊക്കെ ശരിയാണ്, നിങ്ങൾ പ്രാർത്ഥിച്ചോ, കർത്താവ് തരും. പക്ഷെ ഒരാളെയെങ്കിലും എന്റെ യേശുവിന് വേണ്ടി നേടാ, ഞാൻ അനുഭവിക്കുന്ന സന്തോഷം, രക്ഷ ഒരാളുടെ ഉള്ളിലെങ്കിലും കയറുവാ തക്കവണ്ണം ദൈവം എന്നെ കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്ന എത്ര ദൈവമക്കളുണ്ട്. സ്തോത്രം. ഞാൻ ഈ ഭാഗം നിങ്ങളോട് പറയട്ടെ, ദൈവത്തിന് പ്രസാദമുള്ളതുപോലെ ജീവിക്കുക. എന്നിട്ട് അവിടെ പറഞ്ഞിരിക്കുന്ന 1-2 കാര്യം നിങ്ങളെ ഒന്ന് വായിച്ച് കേൾപ്പിക്കുക. ഞങ്ങള് അവിടെ പറഞ്ഞിരിക്കുന്ന 2-ാം വാക്യത്തിൽ, ഞങ്ങൾ കർത്താവായ യേശുവിന്റെ നാമത്തിൽ നിങ്ങളോട് അപേക്ഷിച്ച് പ്രബോധിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട്, ഞങ്ങൾ കർത്താവായ യേശുവിന്റെ ആജ്ഞയാൽ ഇന്ന കൽപ്പനകളെ തന്നു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. ഇന്ന കൽപ്പനകളെ, ഞാൻ പറഞ്ഞ വചനത്തിനകത്ത് ദൈവ ഇഷ്ടമുണ്ട് എന്നുള്ളതാണ്. അപ്പൊ കർത്താവിന്റെ ഇഷ്ടം എന്താ? നമ്മുടെ ശുദ്ധീകരണം. ഇനിയും 5-ാം വാക്യത്തിൽ 4-ാം വാക്യത്തിൽ, നിങ്ങൾ ദുർനടപ്പ് വിട്ടൊഴിഞ്ഞ് ഓരോരുത്തൻ ദൈവത്തെ അറിയാത്ത ജാതികളെ പോലെ കാമവികാരത്തിലല്ല വിശുദ്ധീകരണത്തിലും മാനത്തിലും താന്താന്റെ പാത്രത്തെ നേടിക്കൊള്ളട്ടെ. താന്താന്റെ പാത്രത്തെ നേടിക്കൊള്ളണം. എനിക്ക് ഒത്തിരി സന്തോഷം ഈ വാക്യത്തിൽ തോന്നുന്നു. ദൈവമക്കൾ, നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ അത് ഞാൻ വളരെ സന്തോഷത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. നിങ്ങളുടെ പാത്രത്തെ നിങ്ങൾ നേടണം. ഒരു പാസ്റ്റർക്കല്ല, സ്തോത്രം, ഒരു പ്രവാചകനല്ല, നിങ്ങളുടെ മാതാപിതാക്കൾക്കല്ല. ദൈവം നിങ്ങളെ കണ്ടിരിക്കുന്ന ദൈവത്തിന്റെ വിശ്വാസം. നിങ്ങളുടെ ജീവിതത്തിന്റെ ഏത് പരിമിതിയും പരിഹരിക്കാൻ കർത്താവ് ഉണ്ടെന്നേ.
നിങ്ങൾക്ക് ദൈവം ദാനമായി തന്ന ഒരു കുഞ്ഞ് നിങ്ങളുടെ മുമ്പിൽ ഏതെങ്കിലും പരിമിതിയായി കണ്ണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നത് കണ്ടാൽ പരിമിതി പരിഹരിക്കാൻ നിങ്ങൾക്ക് പ്രാപ്തി ഉണ്ടെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുവോ? ഒരിക്കലും കണ്ടുകൊണ്ടിരിക്കത്തില്ല. നിങ്ങളത് പരിഹരിക്കൂ. അങ്ങനെയെങ്കിൽ എൻ്റെ കർത്താവിന്റെ മുമ്പിൽ ഞാൻ അവന്റെ പൈതലായി, ഞാൻ അവന്റെ മകനായി ജീവിക്കുമ്പോൾ എൻ്റെ പരിമിതി കണ്ടുകൊണ്ട് കണ്ണടയ്ക്കുന്ന ദൈവമല്ല, വിശ്വസ്തയോടെ ജീവിക്കാൻ ദൈവമക്കൾ തയ്യാറാണോ? സ്തോത്രം. ദൈവം നിന്നെ നടത്താൻ വിശ്വസ്തനായ ദൈവമാണ്. സ്തോത്രം. അപ്പോൾ നമ്മൾ ദൈവത്തിന്റെ സന്നിധാനത്തിൽ വളരെ താന്താങ്ങളുടെ പാത്രങ്ങളെ നേടട്ടെ. സ്തോത്രം. അതിന്റെ ആ ഭാഗങ്ങളിൽ തന്നെ നമ്മൾ വായിക്കുമ്പോൾ തന്നെ എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൽ 9-ാം വാക്യം കൂടെ ഒന്ന് വായിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താം. സ്തോത്രം. സമയം നിങ്ങളും ഒക്കെ പല തിരക്കുകളുള്ളവരാണല്ലോ, ദീർഘിപ്പിക്കുന്നത് ശരിയല്ലല്ലോ. സ്തോത്രം. എഫേസ്യ ലേഖനം 9-ാം വാക്യം കൂടെ വായിച്ച് നിർത്താം. വായിച്ചാട്ടെ. കർത്താവിന് പ്രസാദമായത് വായിച്ചു. കർത്താവിന് പ്രസാദമായത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിലുള്ളവരായി നടന്നുകൊള്ളുവീൻ. അവിടെ കർത്താവിന് പ്രസാദമുള്ളത് എന്തെന്ന് എന്തോ എടുക്കണം? കണി കാണുന്നതെല്ലാം ദൈവഹിതമാണെന്നും പറഞ്ഞ് കയറി പിടിക്കരുത്. പിടിച്ചാൽ പരാജയമാണ്. കർത്താവിന് പ്രസാദം എന്താ ഉള്ളത്, എന്താണ്? നമ്മൾ എന്തോട് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിനുള്ളവരായി നടക്കണം. സ്തോത്രം. വെളിച്ചത്തിനുള്ളവരായിട്ട് നിങ്ങൾ നടക്കണം. സ്തോത്രം. അതിനകത്ത് 5-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കാമോ? ഒന്ന് വായിച്ച് മാത്രം ഒന്ന് കേൾപ്പിക്കാം, അപ്പോഴത്തേക്ക് സമയം തരുമല്ലോ. ഒന്ന് വായിച്ചാട്ടെ. 5-ന്റെ 1. ആകയാൽ പ്രിയമക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിപ്പീൻ. ക്രിസ്തുവും നിങ്ങളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യവാസനയായ വഴിപാടും യാഗവുമായി അർപ്പിച്ചതുപോലെ സ്നേഹത്തിൽ നടപ്പീൻ. ദുർനടപ്പും യാതൊരു അശുദ്ധിയും അത്യാഗ്രഹവും നടപ്പിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. നമ്മൾ മുമ്പേ വായിച്ച ഭാഗത്ത് ഒടുവിൽ സഹോദരന്മാരെ ദൈവപ്രസാദം ലഭിക്കത്തക്കവണ്ണം നിങ്ങൾ എങ്ങനെ നടക്കണം എന്ന് പൗലോസ് പ്രബോധിപ്പിച്ച കാര്യം പറയുമ്പോൾ എഫേസ്യ ലേഖനത്തിൽ നടക്കുന്ന കാര്യത്തെക്കുറിച്ച് പറയുന്ന കാര്യത്തിലാണ് ഇങ്ങനെ പറയുന്നത്. സ്തോത്രം. നിങ്ങൾ അവിടെ വായിക്കുന്നത് ദൈവത്തിന് സൗരഭ്യവാസനയായ വഴിപാടും യാഗവും അർപ്പിച്ചതുപോലെ സ്നേഹത്തിൽ നിങ്ങൾ നടക്കണം. എന്നിട്ട് ആ സ്നേഹം ക്രിസ്തുവിനെയാണ് അവിടെ ടിപ്പിഫൈ ചെയ്തിരിക്കുന്നത്. 3-ാം വാക്യം, ദുർനടപ്പും യാതൊരു അശുദ്ധിയും അത്യാഗ്രഹവും നിങ്ങളുടെ ഇടയിൽ പേർ പറക പോലും അരുത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ഇടയിൽ എന്ത് കൊടുക്കരുതെന്ന? പേർ പറക പോലും ചെയ്യരുത്. അടുത്ത വാക്യം, അങ്ങനെയാകുന്നു വിശുദ്ധന്മാർക്ക് ഉചിതം. നോക്കണേ, ഇതാകുന്നു വിശുദ്ധന്മാർക്ക് ഉചിതം. ഇനിയും വാക്യം താഴോട്ട്, ചീത്തത്തരം, പൊട്ടച്ചൊൽ, കളിവാക്ക് ഇങ്ങനെ ചേർച്ചയല്ലാത്തവ ഒന്നും അരുത്. സ്തോത്രമത്രേ വേണ്ടത്. ദുർനടപ്പുകാരൻ, അശുദ്ധൻ, വിഗ്രഹാരാധിയായ ദ്രവ്യാഗ്രഹി ഇവർ ആർക്കും ക്രിസ്തുവിന്റെയും ദൈവത്തിന്റെയും രാജ്യത്തിൽ അവകാശമില്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. പറഞ്ഞ അതേ പദത്തോടുള്ള ബന്ധത്തിൽ പൗലോസ് പറയുകയാണ്, ഇവർക്കാർക്കും ദൈവരാജ്യത്തിൽ അവകാശമില്ല എന്ന് നിങ്ങൾ അറിയുന്നല്ലോ. സ്തോത്രം. എന്നിട്ടാണ് 7-ാം വാക്യത്തിൽ പറയുന്നത്, സ്തോത്രം, നിങ്ങൾ ആരും അവരുടെ കൂട്ടാളികളാകരുത്. ഇങ്ങനെയുള്ള തിമോഥെയോസിന്റെ ലേഖനത്തിലും വ്യക്തമായിട്ട് അത് പറയുന്നുണ്ട്, നിങ്ങൾ ഇങ്ങനെയുള്ളവരുടെ കൂട്ടാളികളാകരുത് എന്ന് പറഞ്ഞിട്ട് എപ്പോഴും കർത്താവിൻ 7-ാം വാക്യത്തിൽ നിങ്ങൾ അവരുടെ കൂട്ടാളികൾ ആകരുത്. മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോഴോ കർത്താവിൽ വെളിച്ചമാകുന്നു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ശ്രദ്ധിച്ച, മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു. കർത്താവ് നമുക്കൊരു മുമ്പുള്ളൊരു പാസ്റ്റ് എക്സ്പീരിയൻസ് നമുക്ക് തന്നു. ഇപ്പോൾ നിങ്ങൾ ആരായിരിക്കുന്നു എന്നുള്ള ബോധ്യം നിങ്ങൾക്കുണ്ടാകും. എന്നിട്ട് പറയുന്നു, കർത്താവിന് പ്രസാദമായത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിലുള്ളവരായി നടന്നുകൊള്ളുവീൻ. എന്നെ കേൾക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ, എൻ്റെ പ്രിയ സ്നേഹിതരെ, സ്തോത്രം. ഞാൻ വളരെ ഒരു സുവിശേഷകൻ എന്ന നിലയിൽ, ഒരു കർത്തൃദാസൻ എന്ന നിലയിൽ പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിച്ച തിരുവചനത്തോട് ആത്മാർത്ഥത പുലർത്തിക്കൊണ്ട് ഞാൻ പറയട്ടെ, എൻ്റെ കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യാൻ ഒന്ന് സമർപ്പിക്കപ്പെടാമോ? ദൈവഹിതം തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാമോ? കർത്താവിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി നമ്മളെ ഏൽപ്പിക്കപ്പെടാൻ നാം തയ്യാറാണോ? അങ്ങനെയെങ്കിൽ ദൈവം നമ്മെ സഹായിപ്പാൻ നമ്മുടെ കർത്താവ് മതിയായ ദൈവമാണ്. കർത്താവിൻ്റെ കൃപ നിങ്ങളോട് എല്ലാവരുടെയും കൂടെ ഇന്ന് സന്ധ്യയിൽ ഇരിക്കുമാറാകട്ടെ. ദാവീദ് പറഞ്ഞതുപോലെ, നിന്റെ ഇഷ്ടം ചെയ്യാൻ ഞാൻ പ്രിയപ്പെടുന്നു. കർത്താവെ, അതിനുള്ളൊരു കൃപ എനിക്ക് തരണമേ.
ആ ഇഷ്ടം എങ്ങനെയാണ്? ഒന്നാമത് നമ്മൾ തിരുവചനത്തിലൂടെ ദൈവ ഇഷ്ടം മനസ്സിലാക്കും. രണ്ടാമത് പ്രാർത്ഥനയിലും ദൈവത്തിന്റെ വചനത്തിലൂടെ പ്രാർത്ഥനയിലൂടെയും നമുക്ക് ദൈവഹിതം മനസ്സിലാകും. യേശു ഗതസമനയിൽ പ്രാർത്ഥിച്ചു. സ്തോത്ര പ്രാർത്ഥനയുടെ 3-ാം വട്ടം യേശു കർത്താവിന് മനസ്സിലായി, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നീക്കണമേ, എങ്കിലും എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടമാണ്. ഒന്നാമത് പ്രാർത്ഥിച്ചു, രണ്ടാമത് പ്രാർത്ഥിച്ചു, മൂന്നാമതും അതേ വാക്കുകൾ ചൊല്ലി പ്രാർത്ഥിച്ചെന്ന് നമുക്ക് മത്തായിയുടെ സുവിശേഷത്തിൽ വായിക്കുന്നു. 3-ാമത്തെ പ്രാർത്ഥനയിൽ യേശുവിന് മനസ്സിലായി ദൈവത്തിന്റെ ഇഷ്ടം എന്താണ്, ഇത് കുടിച്ചേ മതിയാകും. അവൻ എഴുന്നേറ്റു, ശിഷ്യന്മാരെ എല്ലാം ഉണർത്തി, വാ നമുക്ക് പോകാം, പിതാവിന്റെ ഇഷ്ടത്തിന്റെ നിർവഹണം എന്റെ മുമ്പിൽ നിൽക്കുന്നു. വലിയൊരു കഷ്ടതയുടെ അവസ്ഥയാണ് മുമ്പിലെങ്കിലും ആ ഇഷ്ടം ദൈവഹിതമാണെന്ന് മനസ്സിലായപ്പോൾ കഷ്ടത പിന്നൊരു കഷ്ടതയല്ല. ചില പ്രതികൂലങ്ങൾ മുമ്പിലുണ്ട് ദൈവമക്കളെ, ചില പ്രതിസന്ധികളുണ്ട്. അത് ദൈവഹിതമാണോ എന്ന് തിരിച്ചറിയണം. പിശാചൊരിക്ക് കുരുക്കാണെങ്കിൽ പ്രാർത്ഥിച്ചതിനെ ശാസിക്കാൻ ഒരു അഭിഷേകം വാങ്ങിക്കണം. ഇനി അല്ല, ദൈവത്തിന്റെ ഹിതമാണെങ്കിൽ അതിനകത്തൂടെ നടക്കാൻ ദൈവം നിനക്ക് കൃപ തരും. ഇന്ന് ദൈവ ഇഷ്ടം തിരിച്ചറിഞ്ഞുകൊണ്ട് കർത്താവിന് വേണ്ടി ജീവിപ്പാൻ ദൈവം എല്ലാവരെയും ഒരുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട്, പരിമിതമായ ഒരു ആയുസ്സേ നമുക്കുള്ളൂ. ഈ ആയുസ്സിൽ ദൈവം ഇഷ്ടപ്പെടുന്നത് എന്താണ്, നമ്മുടെ ഇഷ്ടങ്ങളെല്ലാം കർത്താവ് ചെയ്തു തരണമേ എന്നുള്ള പ്രാർത്ഥനയ്ക്ക് അപ്പുറമായി തിരിച്ചൊരു പ്രാർത്ഥന ഉണ്ടാകട്ടെ. അപ്പച്ചന്റെ ഇഷ്ടം എന്താണോ അത് ചെയ്യാനൊരു കൃപ, തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രവർത്തിപ്പാൻ കൃപ എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വന്ദനം. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എനിക്കിങ്ങനൊരു അവസരം ബഹുമാനപ്പെട്ട പാസ്റ്ററും ഈ സഭയിലുള്ള പ്രിയപ്പെട്ടവരും തന്നതിൽ നന്ദിയുണ്ട്. പ്രിയ ആന്റിയോടൊക്കെ വളരെ നന്ദി പറയുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, എന്നെ ഓർത്തും പ്രാർത്ഥിക്കുക. ചിറ്റാറിലാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. അവിടെയുള്ള പ്രവർത്തനങ്ങളെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക. ഞാനും കർത്താവിന്റെ ഇഷ്ടം എന്താണ്, ദൈവഹിതം എന്താണ് തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രാർത്ഥനയിൽ ദിവസങ്ങൾ സ്റ്റെപ്പ് ചെയ്യുന്നു. നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യപ്പെടുന്നു. കേട്ട എല്ലാവർക്കും നന്ദി. നമ്മുടെ കർത്താവ് വരാറായി. വിശുദ്ധിയോടെ ദൈവകൃപയോടെ നിൽപ്പാൻ എല്ലാവരെയും കർത്താവ് ഒരുക്കട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു ഓൾ.